നമസ്കാരം. ഞാൻ രാജലക്ഷ്മി, ഇന്ദിരാഗാന്ധി യൂണിവേഴ്സിറ്റിൻ്റെ കൊച്ചി കേന്ദ്രയിൽ നിന്ന് BHIC 131 യൂണിറ്റ് 7 ആൻഡ് യൂണിറ്റ് 8. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2 ചാപ്റ്റേഴ്സാണ്. ആദ്യത്തെ ചാപ്റ്റർ യൂണിറ്റ് 7 കാലിയോലിത്തിക് ഏജിൻ്റെ അതായത് ശിലായുഗത്തിലുള്ള കാര്യങ്ങളും, രണ്ടാമത്തത് യൂണിറ്റ് 8 വന്നിട്ട് അയൺ കണ്ടുപിടിച്ചതിന് ശേഷം അല്ലെങ്കിൽ അയണിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് യൂണിറ്റിലേക്ക് പോവാം. 7 അതായത് 2000 കോടി വർഷങ്ങൾക്ക് മുമ്പ് പല വിധത്തിലുള്ള നമ്മുടെ നാട്ടിൽ ഇന്ത്യയിൽ പല വിധത്തിലുള്ള കൾച്ചർ ഉണ്ടായിരുന്നു. അതായത് എത്ര നോൺ അർബൻ അല്ലെങ്കിൽ ഹാരപ്പൻ നോൺ അർബൻ കൾച്ചർ. അതായത് ഈ നേരത്തെ നമ്മൾ പ്രീവിയസ് ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചു പല വിധത്തിലുള്ള സംസ്കാരങ്ങൾ, സിന്ധു നദി തടാക സംസ്കാരങ്ങൾ. അപ്പോൾ അവർ ഉപയോഗിച്ചിരുന്ന ശിലായുഗത്തിൽ ഉപയോഗിച്ചിരുന്ന ടൂൾസിനെ അല്ലെങ്കിൽ ആയുധങ്ങളെ വെച്ചിട്ടാണ് നമ്മൾ ഓരോ വർഷങ്ങൾ അവർക്ക് കണക്കാക്കുന്നത്. അപ്പോൾ അവർ ഉപയോഗിച്ചിരുന്നത് മുഴുവനും കല്ലുകൊണ്ടുള്ള സാധനങ്ങൾ, അല്ലെങ്കിൽ കലിയോലിത്തിക് എന്ന് പറയുമ്പോൾ കല്ലിന്റെ സാധനങ്ങൾ, റോ മെറ്റീരിയൽ, റോ ആയിട്ടുള്ള ഒരു കല്ലിന്റെ ഉപയോഗം. ആ ഉപയോഗം കൊണ്ടാണ് എല്ലാ വിധത്തിലുള്ള കൾച്ചറും നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ ആ കല്ല് കൊണ്ടുള്ള ഉപകരണങ്ങൾ, റഫായിട്ടുള്ള ഒരു കല്ലെടുത്ത് മാങ്ങാറിയ അല്ലെങ്കിൽ ഒരു അനിമലിനെ ഓടിക്കുക, അങ്ങനെയാണ് അവര് ആദ്യകാലങ്ങൾ ജീവിച്ചുകൊണ്ടത്. ഈ കൾച്ചർ അല്ലെങ്കിൽ ഈ സംസ്കാരം രാജസ്ഥാനിലെ, ഇന്ത്യയിലെ മധ്യപ്രദേശിലെ, സെൻട്രൽ ഇന്ത്യ അങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ടും കണ്ടുവന്നിട്ടുള്ളത്. കാരണം അവിടെയാണ് നദീതീരങ്ങൾ അല്ലെങ്കിൽ ഇൻഡസ് റിവറും ഉള്ള 5 നദികൾ, പഞ്ചാബിന്റെ 5 നദികൾ ഉള്ളത് കൊണ്ട് അവിടുത്തെ എല്ലാ സംസ്കാരങ്ങളും നദിയുടെ തീരത്താണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് കാര്യമായിട്ട് അതിലേക്ക് പോവാം. നമ്മൾ ഇവിടെ കണ്ടിട്ടുള്ളത് ആ കാലഘട്ടത്തിൽ ഇവിടെ ആദ്യമായിട്ട് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഉത്തർപ്രദേശിലെ ഒരു കോപ്പർ ഹാർപ്പോൺ എന്ന് പറഞ്ഞിട്ട് ഒരു പോട്ടറി. അതായത് ആ പോട്ടറിക്ക് ഒരുമാതിരി ഒരു കളേർഡ് പോട്ടറി എന്ന് പറയുന്നത് മണ്ണുകൊണ്ട് ഉണ്ടാക്കുന്ന കലങ്ങൾ. ഈ കലങ്ങൾ ഓരോ യുഗത്തിലും വരുന്ന കലത്തിൽ അല്ലെങ്കിൽ അതിന്റെ കളറിൽ, അതിന്റെ ഡിസൈനിൽ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. അതിനെ വെച്ചിട്ടാണ് നമ്മൾ ആർക്കിയോളജിസ്റ്റ് അതിന്റെ ഡേറ്റ് അല്ലെങ്കിൽ അതിന്റെ അതിന്റെ സമയം ക്ലിപ്തമായിട്ട് കണ്ടുപിടിക്കുന്നത് ഈ പോട്ടറി ശകലങ്ങളിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻസ് വെച്ചാണ്. അപ്പോൾ ഈ ആദ്യമായിട്ട് നമ്മൾ ഉത്തർപ്രദേശിലെ കാണുന്ന പോട്ടറിയുടെ പേരാണ് ഓർക്കേർ കളേർഡ് പോട്ടറി. കളർ ഒരുമാതിരിത്തെ മങ്ങിയ കളറായിരിക്കും. ആ മങ്ങിയ കളർ എങ്ങനെയാ വെച്ചാല് അത് കഴിഞ്ഞിട്ട് ഒരുമാതിരി ചാര കളർ, നമ്മള് വിറകൊക്കെ കത്തിക്കുമ്പോൾ ഒരു ചാരം കിട്ടില്ലേ, ആ ഒരു ആഷ് കളർ. ആ ആഷ് കളർ പൗഡർ മാതിരിയുള്ള, അല്ലെങ്കിൽ തുടച്ച് മാറ്റുമ്പോൾ പോകും ആ ആഷ് കളർ. വളരെ കട്ടിയിൽ ഡാർക്ക് ആയിട്ടുള്ള ആഷ് അല്ല, വളരെ ലൈറ്റ് ആയിട്ടുള്ള ആഷാണ്. അങ്ങനത്തെ ആ പോട്ടറി, ആ മണ്ണിന്റെ അല്ലെങ്കിൽ ആ കലത്തിന്റെ കളർ അങ്ങനെയായിരുന്നു. അതാണ് നമ്മൾ ഉത്തർപ്രദേശില്, അതിനെ നമ്മൾ കോപ്പർ ഹോഡ് കൾച്ചർ എന്നാണ് പറയുന്നത്. ഇതിനൊക്കെ ശേഷം വന്നിട്ടുള്ളത് ഒരു റെഡും കറുപ്പും കൂടെ കലർന്നിട്ടുള്ള ഒരു കൾച്ചർ, അല്ലെങ്കിൽ ഒരു നമ്മൾ പറയുന്നതിനാണ് BRW എന്ന് പറയും, അതിന്റെ കൾച്ചർ. ആ പോട്ടറികളിലൊക്കെ ഈ കളറ് കാണാൻ പറ്റും, ചുമപ്പും കറുപ്പും കൂടെ കലർന്ന ഒരു കളറ്. ഈ ചുവപ്പും കറുപ്പും എങ്ങനെ വരുന്നു എന്ന് വെച്ചാല് അവര് ആ സമയത്ത് കിട്ടുന്ന ചില ഇലകളോ അല്ലെങ്കിൽ ചില പുഷ്പങ്ങളോ അല്ലെങ്കിൽ ചില ഡൈ ഒന്നും അക്കാലത്ത് ഇല്ലല്ലോ. അപ്പോൾ ഇതിനൊക്കെ എടുത്തിട്ട് അവരതിനെ ഞെക്കിപ്പിഴിഞ്ഞ് അതിന്റെ ചാറെടുത്തിട്ട് ആ കളറാണ് ഈ പോട്ടറിയിൽ അല്ലെങ്കിൽ ഈ കലത്തിമേലേക്ക് കൊടുത്തിരുന്നത്. മാത്രമല്ല അവർ അവരുടേതായ തരത്തിലുള്ള ഡിസൈൻസും കൊടുത്തിരുന്നു. അപ്പോൾ ഓരോ കൾച്ചറിന്റെയും അല്ലെങ്കിൽ ഓരോ സംസ്കാരത്തിന്റെയും സമയം അനുസരിച്ച് ഈ പോട്ടിന്റെ അല്ലെങ്കിൽ കലത്തിന്റെ കളറിൽ അല്ലെങ്കിൽ അവർ ഉപയോഗിക്കുന്ന സാധനങ്ങളിൽ വരുന്ന വ്യത്യാസങ്ങൾ വഴി നമ്മൾ മനസ്സിലാക്കുന്നു.
പിന്നെ ലാസ്റ്റ് ആയിട്ട് വരുന്നത് അയൺ വരുന്നത് കുറച്ചുകൂടെ ലേറ്റർ ആണ്. അത് നോർത്ത് ബ്ലാക്ക് കളറിലാണ് അയന്റെ അല്ലെങ്കിൽ ഇരുമ്പിന്റെ അംശങ്ങൾ കണ്ടുപിടിക്കുമ്പോഴത്തേക്കും അത് കുറച്ചുകൂടെ ലേറ്റർ സ്റ്റേജിൽ വരുന്നതാണ്. പക്ഷെ ഈ കൾച്ചറിൽ തന്നെ, ഈ ഹാർഡ് കൾച്ചറിൽ തന്നെ അവർ എല്ലാവിധമുള്ള അവർക്ക് ആവശ്യമുള്ള ആഭരണങ്ങളായിക്കോട്ടെ, അതേമാതിരി ടൂൾസ് ആയിക്കോട്ടെ, വേട്ടയ്ക്ക് പോകാനുള്ള സാധനങ്ങളായിക്കോട്ടെ, ഫലം മുറിക്കാനുള്ള സാധനങ്ങൾ എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അത് വലിയൊരു കൾച്ചറാണ്. ഭയങ്കര സ്ട്രക്ചർ ചെയ്ത് ഒരുപാട് സാധനങ്ങൾ നമ്മൾ ആ കൾച്ചറിൽ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇത് എവിടെയൊക്കെയാണ് കണ്ടിട്ടുള്ളത്? ഈ സംസ്കാരം എവിടെയൊക്കെ ഏതൊക്കെ സ്ഥലങ്ങളിലാണ് നമ്മൾ കണ്ടിട്ടുള്ളത്? അതായത് കോപ്പറിന്റെ അല്ലെങ്കിൽ ഇങ്ങനത്തെ കോപ്പർ ഹോർഡിന്റെ സംസ്ഥാനങ്ങൾ, ഏതൊക്കെ സംസ്ഥാനങ്ങൾ, ഏതെങ്കിലും സൈറ്റ് എന്ന് പറയുമ്പോൾ അത് കണ്ടുപിടിച്ചിട്ടുള്ള സ്ഥലങ്ങൾ ഏതാണ്? ആ സ്ഥലങ്ങൾ മധ്യപ്രദേശിലുണ്ട്. മധ്യപ്രദേശിൽ തന്നെ 424 ഓബ്ജക്ട്സ് ആണ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളത്. ആർക്കിയോളജിസ്റ്റ് ഡിഗ് ചെയ്ത് എടുത്തിട്ടുള്ളത് 424 ഓബ്ജക്ട്സ് ആണ്. അതും പലതും ഇങ്ങനെ ഇതിനു വേണ്ടിയിട്ട് മണ്ണ് മാന്തിയതല്ല. ഓരോ ആവശ്യത്തിനായിട്ട് സാധനങ്ങൾ അല്ലെങ്കിൽ മണ്ണിൽ മാറ്റേണ്ട സമയം വരുമ്പോൾ ഈ ഒരു സാധനങ്ങള്, അത് കലമായിക്കോട്ടെ, കത്തിമാരി ആയിക്കോട്ടെ, തൃശൂലന്മാരി ആയിക്കോട്ടെ, അത് ആക്സിഡന്റലായിട്ട് അറിയപ്പെടാണ്ട് പെട്ടെന്ന് കാണുമ്പോൾ ഈ പഴയ പുരാതന വസ്തു കിട്ടുമ്പോൾ അപ്പോൾ ആ ഭാഗത്ത് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് അവര് ചെക്ക് ചെയ്യാൻ തുടങ്ങും. അങ്ങനെയാണ് ആർക്കിയോളജിസ്റ്റ് ഇത് കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇത് അതിനു വേണ്ടിയിട്ട് മണ്ണ് മാന്തിയതല്ല, മാന്തിയപ്പോൾ കണ്ടുപിടിച്ചു എന്നുള്ളത് മാത്രം. അപ്പൊ അതിൽ എന്തൊക്കെ ഉണ്ട് എന്നുള്ള ഒരു സ്വേർഡ് ഉണ്ട്, ഒരു വാള് മാതിരിയുള്ള ഹുക്ക് മാതിരിയുള്ള വാളുണ്ട്, ഡബിൾ എഡ്ജുള്ള ആക്സ് ഉണ്ട്, റിങ്സ് ഉണ്ട്, ഹാർപൂൺസ് ഉണ്ട്, സെൽസ് ഉണ്ട്. ഇങ്ങനെ പല വിധത്തിലുള്ള സാധനങ്ങൾ നമ്മൾ കണ്ടു കിട്ടിയിട്ടുണ്ട് ഈ സൈറ്റിൽ നിന്നൊക്കെ. സൈറ്റ് എന്ന് വെച്ചാൽ സ്ഥാനം. മധ്യപ്രദേശിലുള്ള പല സ്ഥലങ്ങളിലായിട്ടുള്ള ഡിഗിങ് ചെയ്തപ്പോ കിട്ടിയ സാധനങ്ങളാണ് 424 സാധനങ്ങൾ. പലതും പൊട്ടിയതും പീസസ് ഒക്കെയാണ് കിട്ടിയിട്ടുള്ളത്. എന്നാലും ആർക്കിയോളജിസ്റ്റ് അത് വെച്ചിട്ടാണ് മധ്യപ്രദേശിലെ ഒരുപാട് സ്ഥലത്ത് പറഞ്ഞാൽ ഞാനിപ്പോ എല്ലാം ഡീറ്റെയിൽസ് പറയുന്നില്ല. പല സ്ഥലങ്ങളിലും മധ്യപ്രദേശത്ത് ഇതിങ്ങനെ പോയിക്കൊണ്ടിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് മധ്യപ്രദേശ് മാത്രമല്ല, ഓരോ ഈ എത്ര എണ്ണം കിട്ടിയെന്നുള്ളതിന്റെ ഒരു ഹരിയാനയില് 5, രാജസ്ഥാനിൽ നിന്ന് 6, ഉത്തർപ്രദേശിൽ നിന്ന് 33 ഐറ്റംസ്, ബീഹാറിൽ നിന്ന് 19, വെസ്റ്റ് ബംഗാളിൽ നിന്ന് 6, ഒറീസയിൽ നിന്ന് 7, മധ്യപ്രദേശിൽ നിന്ന് 8, കർണാടകയിൽ നിന്ന് 1. ഇങ്ങനെയാണ് നമ്മൾ ഇത്രയും സൈറ്റ്സ് അല്ലെങ്കിൽ ഈ സ്ഥലങ്ങളിൽ ഈ പറഞ്ഞ നമ്പർ ഓഫ് സ്ഥലങ്ങളിൽ എത്ര നമ്പർ ഞാനിപ്പോ പറഞ്ഞോ ആ സ്ഥലങ്ങളിലെല്ലാമാണ് ഗവേഷണം ചെയ്ത് എടുത്തത്. ഇനി ഇതിന്റെ എന്താന്ന് വെച്ചാല് ഈ ഇമേജ് ഞാനിപ്പോ കാണിച്ചിട്ടുള്ള പിക്ചർ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും കോപ്പർ സാധനങ്ങൾ വരുമ്പോൾ അതിന്റെ ഞാൻ പറഞ്ഞ സാധനങ്ങളാണ് ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഹോഡ്, HORD, ഹോഡ് എന്ന് പറയുന്നത് ഇത് കിട്ടിയിട്ടുള്ളത് ഈ പിക്ചറിൽ കാണുന്ന അല്ലെങ്കിൽ ഈ ചിത്രത്തിൽ കാണുന്നതൊക്കെ കിട്ടിയിട്ടുള്ളത് ഉദയപുര, ഉത്തർപ്രദേശത്ത് ഉദയപുര എന്ന് പറഞ്ഞ സ്ഥലത്ത് ഗവേഷണം ചെയ്തപ്പോൾ അല്ലെങ്കിൽ മണ്ണിനടിയിൽ നിന്ന് കിട്ടിയ സാധനങ്ങളാണ്. ഇനി ഓർക്കിഡ് കളേർഡ് പോട്ടറി എന്ന് വരുമ്പോഴത്തേക്കും ഓർക്കിഡ് കളർ പോട്ടറിയിൽ എന്താ വരുന്നത് വെച്ചാൽ എവിടെ ആണ് ഈ ഗവേഷണങ്ങൾ നടന്നത്? അല്ലെങ്കിൽ 1950 ഗവേഷണങ്ങൾ നടന്നു ഉത്തർപ്രദേശില്. ആ ഉത്തർപ്രദേശില് ഈ പോട്ടറി, ഈ OCP കൾച്ചർ എന്ന് പറയും, അതായത് ഒക്രേ കളേർഡ് പിക്ചർ, അതാണ് പോട്ടറി. ഒക്രേ കളേർഡ് പോട്ടറി എന്നുള്ളതിന്റെയാണ് ഷോർട്ട് ഫോം ആയിട്ട് OCP കൾച്ചർ എന്ന് പറയുന്നു. ഈ OCP കൾച്ചർ 1950 ഗവേഷണം നടക്കുന്നത് ഉത്തർപ്രദേശില്. ഇതിന്റെ കളർ എന്താന്ന് വെച്ചാൽ ഒരു മീഡിയം ടൈപ്പ് ക്ലേ കളർ, മണ്ണിന്റെ അല്ലെങ്കിൽ സാധാരണ മണ്ണിന്റെ, നമ്മുടെ നാട്ടിൽ ഇവിടെ കേരളത്തിൽ കാണാം, തൃശ്ശൂർ ഭാഗത്ത് മണ്ണിനൊക്കെ ഒരുമാതിരി ചുമന്ന മണ്ണാണ്. ചുമന്ന മണ്ണ് ഒരുമാതിരി പശ ഉണ്ടാവും. ആ പശയുള്ള മണ്ണിൽ കൂടിയാണ് നിങ്ങൾക്ക് കലം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ പോട്ടറി ഉണ്ടാക്കാൻ വളരെ സൗകര്യം. അതേസമയം നിങ്ങൾ ആലപ്പുഴ ഭാഗത്ത് പോവുകയാണെങ്കിൽ അവിടുത്തെ മണ്ണിന് ഒരു കളറും ഉണ്ടല്ല, ലൂസ് ആയിരിക്കും. മണ്ണ് ഒരുമാതിരി ലൂസ് മണ്ണായിരിക്കും. അതിൽ നമുക്കൊന്ന് ക്ലേ അല്ലെങ്കിൽ ഒരു സാധനങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ ആ മണ്ണിൽ ഒരു ഒട്ടൽ ആവശ്യമുണ്ട്.
അപ്പോൾ മാത്രമേ ആ മണ്ണിനെ നമുക്ക് ചട്ടിയായിട്ടോ കലമായിട്ടോ തട്ടായിട്ടോ ഉപയോഗിച്ചെടുക്കാൻ പറ്റൂ. ഇതിന് നമ്മൾ ആദ്യകാലങ്ങളിൽ അവർ ഉപയോഗിച്ചിരുന്ന പോട്ടേഴ്സ് വീൽ എന്ന് പറയും. പോട്ടേഴ്സ് വീൽ എന്ന് പറയും വട്ടത്തിലുള്ള പോട്ടേഴ്സ് വീല്. ആ വീലുമ്മേ കുറച്ച് ക്ലേ വെച്ചിട്ട് നല്ല സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിന് ഒരു ഷേപ്പ് വരും. സെൻട്രിഫ്യൂഗൽ സിസ്റ്റം ആണത്. അതിങ്ങനെ കൈ കൊണ്ടാണ് ഇങ്ങനെ ഉരുട്ടി മണ്ണിനെ വെച്ചിട്ട് ഉരുട്ടി അവരുടെ കഴിവ്, അവരുടെ ഇമാജിനേഷൻ അല്ലെങ്കിൽ അവരുടെ പ്രാപ്തി അത്രയും പെർഫെക്റ്റ് ആയിട്ട് ആ പ്രസീഷനായിട്ട് അവർ ഓരോ മൺകലങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നു. ആ മൺകലങ്ങളെ വെയിലത്ത് വയ്ക്കുന്നു. വെയിലത്ത് വെച്ച് ഉണങ്ങിയ ശേഷം ഈ ഗ്രേ കളർ കിട്ടും. അപ്പോൾ ആദ്യകാലങ്ങളിൽ ഒന്നും ബേക്കിംഗ് അറിയില്ല, അല്ലെങ്കിൽ ചുട്ടതല്ല, വെറുതെ വെക്കുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ഈ ഗ്രേ കളർ കിട്ടുന്നത്. അതിനുശേഷമാണ് നമ്മൾ പിന്നെ ലേറ്റർ ഓൺ ആണ് അത് ബേക്ക് ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പോൾ ഈ കലങ്ങളായിട്ടും പാത്രങ്ങളായിട്ടും പലവിധ പാത്രങ്ങളായിട്ടും തട്ടായിട്ടും ബേസിനായിട്ടും ഒക്കെ അവര് ചെയ്തെടുത്തത് ഈ പോട്ടറി വീല് കൊണ്ടല്ല, അല്ലെങ്കിൽ ഈ മണ്ണ് കുഴച്ച് ക്ലേ എന്ന് പറയുന്ന എടുത്ത് മണ്ണ് കുഴച്ച് അതിനെ ഉണ്ടാക്കുന്നു. ഇതിനും നമ്മൾ കണ്ടിട്ടുണ്ട് 100-ൽ പരം റിവർ ബാങ്ക് അല്ലെങ്കിൽ 100-ൽ പരം സ്ഥലങ്ങൾ നദികളുടെ സൈഡിലാണ് മണ്ണിന് അത്രയും ഇത് കണ്ടുപിടിച്ചിട്ടുള്ളത്. ഇതിന് ഇവിടെ വരുമ്പോഴത്തേക്കും ചെറിയ മൗണ്ട്, അതായത് ഒരു ചെറിയ സൈസിലുള്ള മൗണ്ട് എന്ന് വെച്ചാൽ കുറച്ച് ഹൈറ്റ് കുറവുള്ള, മൗണ്ട് എന്ന് വെച്ചാൽ പൊങ്ങിയിരിക്കുന്ന സ്ഥലം. അപ്പൊ ചെറിയ ഹൈറ്റിലുള്ള സ്ഥലങ്ങൾ അവിടെ എന്താ ഉദ്ദേശിക്കുന്ന വെച്ചാൽ ആ സ്ഥലങ്ങളിൽ ഇവരെ എവിടെയൊക്കെ ഈ താമസിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ഈ എവിടെ നിന്ന് ഈ സ്ഥാനങ്ങൾ കിട്ടുന്നോ, അല്ലെങ്കിൽ കലങ്ങളുടെ അംശങ്ങൾ നമുക്ക് കിട്ടുന്നോ, അല്ലെങ്കിൽ സീലിന്റെ അംശങ്ങൾ നമുക്ക് കിട്ടുന്നോ, നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് അവിടെ അവര് താമസിച്ചിരുന്നു, അവിടെ അവര് ജീവിച്ചിരുന്നു, അവിടെ അവര് വർഷങ്ങളോളം ജീവിച്ചിരുന്നു, അല്ലെങ്കിൽ അവരുടെ വീടുകൾ അങ്ങനെയായിരിക്കാം. എല്ലാവിധ അസംഷൻസും നമ്മൾ വിചാരിക്കുകയാണ് അങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇവിടെ ഇവര് സ്മോൾ സൈസിൽ ഉള്ള ചെറിയ കാര്യങ്ങളായിട്ടുള്ള ഹൈറ്റ് ഉള്ള ബിൽഡിങ്സ്, അല്ലെങ്കിൽ ഹൈറ്റ് ഉള്ള ഈ എന്താ പറയാ മൗണ്ട് എന്ന് പറയും. ആ മൗണ്ട് അവിടെ കണ്ടിരുന്നു. അപ്പൊ അവിടെ ആ മൗണ്ടിൽ നിന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നത് അവിടെ അവര് ഈ ആദിമനുഷ്യൻ അല്ലെങ്കിൽ പഴയ കാലങ്ങളിലുള്ള ആദിമനുഷ്യന്മാര് അല്ലെങ്കിൽ ആൾക്കാര് അവിടെ ജീവിച്ചിരുന്നു എന്നുള്ളതിനുള്ള ദൃഷ്ടാന്തമാണ് ഈ മൗണ്ടുകളും ഈ സാധനങ്ങളും നമ്മൾക്ക് കിട്ടുന്നത്. എക്സ്കവേഷൻ അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ റിസർച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന കാര്യങ്ങൾ. അപ്പോൾ ഈ കാലഘട്ടങ്ങളിൽ ഇതുമാതിരത്തെ മൺകലങ്ങൾ, ഈ പിക്ചറിൽ ഞാൻ കാണിച്ചിരുന്നത് ഈ ഗ്രേ കളറാണ്. ഇതിന്റെ മൺകലത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ചിലപ്പോൾ വെള്ളം പിടിക്കാനായിരിക്കും, അല്ലെങ്കിൽ പൊട്ടിയ പീസസ് ഒക്കെ ഒട്ടിച്ചിട്ട് ഇങ്ങനത്തെ പീസസ് ആയിട്ടായിരിക്കും കിട്ടുക. നമ്മള് റിസർച്ച് ചെയ്യുമ്പോൾ മണ്ണിനടിയിൽ പൊതഞ്ഞു കിടക്കുന്ന സാധനങ്ങളാണ്. വെട്ടി മണ്ണ് എടുക്കുമ്പോൾ പീസസ് ആയിട്ട് കിട്ടുന്നു. ആ പീസസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും പിക്ചേഴ്സ് ഉണ്ട്, അതേമാതിരി ഡ്രോയിങ്സ് ഉണ്ട്. അതിന്റെ കളറ് ഗ്രേ ആണ്. OCP കൾച്ചറിന്റെ പിക്ചറാണ് ഇത്. അപ്പോ ഈ മണ്ണിന്റെ ശകലം കൊണ്ടുള്ള കലങ്ങൾ അവര് ഉണ്ടാക്കിയിരുന്നു. അവര് അതിൽ ധാന്യം വെച്ചിരിക്കാം, അല്ലെങ്കിൽ വെള്ളം വെച്ചിരിക്കാം, അല്ലെ വേറെ എന്തെങ്കിലും ആവശ്യത്തിനായിട്ട് അവര് ഉപയോഗിച്ചിരിക്കാം. അപ്പൊ അങ്ങനെയാണ് നമ്മൾ അവരുടെ മനസ്സിലാക്കുന്നത്. രണ്ടാമത് ബ്ലാക്കും റെഡും, അതായത് അടുത്തതായിട്ട് വരുന്നത് BRW കൾച്ചർ എന്ന് പറയും. അതായത് ഈ കാലഘട്ടങ്ങളിൽ 60-ലാണ് 1960-ലാണ് അത്രഗിരി എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മളെ റിസർച്ച് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അവിടെ നിന്നുള്ള മണ്ണിൽ നമുക്ക് കണ്ടുപിടിച്ചിട്ടുള്ള പോട്ടറിക്കൊക്കെ ഈ കളർ കോമ്പിനേഷൻ ഉണ്ടായിരുന്നു. അതായത് കറുപ്പും ചുമന്ന കളറും. അതാണ് ബ്ലാക്ക് ആൻഡ് റെഡ് വെയർ കൾച്ചർ എന്ന് പറയും, BRW കൾച്ചർ. ഈ കൾച്ചറിൽ കൂടെ നമ്മൾ എന്താ കണ്ടുപിടിക്കുന്നത്? അവരുടെ പോട്ടറി അല്ലെങ്കിൽ അവരുടെ മൺശകലങ്ങൾ പ്രത്യേകമായിട്ട് ഒരു ഫീച്ചർ ഉണ്ട്, അതിന്റെ വ്യത്യാസമുണ്ട്. നേരത്തെ കണ്ടുപിടിച്ചത് ഗ്രേ കളർ ആണെങ്കിൽ ഇപ്പോൾ നമ്മൾക്ക് കാണാൻ പറ്റുന്ന ഒരു വ്യത്യാസം. ഈ വ്യത്യാസം എന്താന്ന് വെച്ചാൽ അവർക്ക് കുറച്ചുകൂടി ആർട്ടിസ്റ്റിക് ആയിട്ട് ചെയ്യണം തോന്നി. അല്ലെങ്കിൽ ആദ്യകാലങ്ങളിൽ ഒരു വിധത്തിലുള്ള ഡൈ ഇല്ലാത്തത് കൊണ്ട് നാച്ചുറൽ ആയിട്ട് ഉണ്ടാക്കുന്ന ഡൈ, പുഷ്പങ്ങളിൽ നിന്നാവാം, പർപ്പിൾ ആയിട്ടുള്ള കളർ
ചില പൂക്കളോ ചില എന്താ പറയുക ഈ ഫലങ്ങളോ ഞെക്കിപ്പിഴിഞ്ഞാൽ അതിൽ നിന്ന് ഒരു കളർ കിട്ടും. ആ കളറിനെ നമ്മൾ ഉപയോഗിച്ചിട്ട് അത് നേച്ചറിൽ നിന്ന് കിട്ടുന്ന കളറാണ്, ഓർഗാനിക് കളർ എന്ന് വേണമെങ്കിൽ പറയാം. ആ കളറാണ് ഇതിൽ. എന്തിനാ അങ്ങനെ കളർ കൊടുത്തതെന്ന് വെച്ചാൽ ആ സമയത്ത് തോന്നി കുറച്ചുകൂടെ ഭംഗിയായിട്ടിരിക്കട്ടെ. മനുഷ്യൻ എപ്പോഴും ഓരോ സ്റ്റെപ്പ് എപ്പോഴും മുന്നിലേക്കാണ്. കുറച്ചുകൂടെ എങ്ങനെ നന്നായിട്ട് ജീവിക്കാം, അല്ലെങ്കിൽ കുറച്ചുകൂടെ എന്ത് ഭംഗിയായിട്ട് ഇതിനെ ഡിസ്പ്ലേ ചെയ്യാം, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഇതിനെ എത്ര നല്ല വിധത്തിൽ ആൾക്കാരുടെ മുമ്പിൽ കാണിച്ചു കൊടുക്കാം എന്നുള്ള ഒരു ജിജ്ഞാസ ഉണ്ടാവും, ഒരു ക്യൂരിയോസിറ്റി ഉണ്ട് മനുഷ്യന്. ആ ലെവലിലാണ് ഇതില് ഗ്രേ കളർന്ന് മാറി. ഇത് കാണാനും വൃത്തി ഉണ്ടാവുമല്ലോ, കുറച്ച് റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ വരുമ്പോ നല്ല ഭംഗിയുണ്ട് കാണാൻ. അങ്ങനെ അതിനെ കൊണ്ടുവന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ കാലഘട്ടങ്ങളിൽ ഈ OCPന്റെയും PGW എന്നുള്ള പോട്ടർ വെയർ അതടുത്ത ഇതിൽ വരുന്നുണ്ട്. അതിന്റെയും മിഡിലായിട്ടാണ് കാലഘട്ടങ്ങളിൽ 2-3 കാലഘട്ടങ്ങൾ, രണ്ടാമത്തെ കാലഘട്ടം ാണ് ഈ BRW നമ്മുടെ കൾച്ചർ കാണുന്നത്. അതായത് OCP കഴിഞ്ഞു, എന്നാൽ BGW വെയറിൽ എത്തിയിട്ടില്ല, കൾച്ചറിലേക്ക് എത്തിയിട്ടില്ല. അതിന് മുമ്പുള്ള ഒരു സമയമാണ് BRW കൾച്ചർ. ഇതെങ്ങനെയാന്ന് വെച്ചാല് 60 നമ്മള് ചെയ്തു, 70 വേറെ 1970 ഗവേഷണങ്ങൾ നടന്നത് ജോധ്പുര, നോഹ, രാജസ്ഥാൻ ഏരിയയിൽ. അവിടെയും ഇതേമാതിരി കറുപ്പും ചുമപ്പും കലർന്ന മൺകലങ്ങൾ, പെയിന്റ് ചെയ്ത മാതിരിയുള്ള മൺകലങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഈ പിക്ചേഴ്സ് നോക്കൂ, നല്ല കളറില് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. കാരണം ഇതിൽ അവർ കുറച്ചുകൂടെ ആ റെഡ് കളറിലും ബ്ലാക്ക് കളറിലും വരുന്നു. പിക്ചർ മാത്രമല്ല കാണുന്നത്, അതിൽ ഡിസൈൻസ് വരെ കൊടുക്കുന്നുണ്ട് അവര്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അവരുടെ ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള ഒരു കഴിവാണ്. ആ കാലഘട്ടങ്ങളിൽ, ആ ശിലായുഗത്തിൽ അവിടെ താമസിച്ചിരുന്നവരുടെ ബുദ്ധിയും വ്യക്തിത്വമാണ് ഇതിൽ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്ത് ഭംഗിയായിട്ട് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ കളറ്, അതിൽ കാണുന്ന കളറുകളെല്ലാം നാച്ചുറലായിട്ട് ചെടികളിൽ നിന്നോ അല്ലെങ്കിൽ പുഷ്പങ്ങളിൽ നിന്നോ അല്ല ഫലങ്ങളിൽ നിന്നോ എടുത്തതാണ്. അല്ലാണ്ട് ഒരു കെമിസ്ട്രിയോ ഒരു കെമിക്കൽസോ അവിടെ ഉപയോഗിച്ചിട്ടില്ല. കാരണം അത് നേച്ചറിന്റെ കളറാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അത് മാത്രമല്ല, അവര് വ്യത്യാസങ്ങളോടുകൂടി ഓരോ കലത്തിനും ഓരോ വ്യത്യാസത്തിൽ ഉണ്ടാക്കാൻ തുടങ്ങി. ആവശ്യമനുസരിച്ച് അതവര് മാറ്റി അത് കൈപ്പിടി വെച്ചുണ്ടാക്കി, ചെറുതായിട്ടുണ്ടാക്കി, വലുതായിട്ടുണ്ടാക്കി, മൂടി വെച്ചുണ്ടാക്കി. അപ്പോ ഈ സ്ത്രീകളാണ് കൂടുതൽ ഇതിലെ ഡിസൈൻസ് വരയ്ക്കുന്നത്. ജെൻസ് പോട്ടറിന്റെ ഷേപ്പ് പോട്ടർസ് വീലിൽ വെച്ച് ഉണ്ടാക്കി പുറത്തേക്ക് എടുത്ത് വെച്ച് ഉണക്കി കഴിയുമ്പോൾ ഈ പടം വരയ്ക്കുന്നത് മുഴുവനും, അല്ലെങ്കിൽ ഒരു നാച്ചുറലായിട്ട് ഒരു സ്ത്രീകൾക്കുള്ള ഒരു കഴിവാണ് വരയ്ക്കുക. അപ്പോൾ ആ വരച്ച് അതിന്മേൽ പടം വരച്ച് അതിന്മേൽ കളറ് കൊടുത്ത് അതിനെ കുറച്ചുകൂടെ മോടി പിടിപ്പിച്ചു, അല്ലെങ്കിൽ ഭംഗി പിടിപ്പിച്ചു. ഇനി അടുത്ത് നമ്മൾ പറയുന്നത് പെയിന്റഡ് ഗ്രേ വെയർ കൾച്ചർ. ഈ പെയിന്റഡ് ഗ്രേ വെയർ കൾച്ചറിൽ കാണുന്നതും ഒരുപാട് സൈറ്റ്സ് കണ്ടിട്ടുണ്ട് നമ്മളിവിടെ. അതായത് ഈ 30 സൈറ്റ്സ് ആണ് നമ്മൾ നോർത്ത് ഇന്ത്യയിൽ കണ്ടിട്ടുള്ളത്. ആ 30 സൈറ്റ്സും 30 സ്ഥലങ്ങളിൽ നിന്ന് നമ്മൾ റിസർച്ച് ചെയ്ത് അത് കണ്ടുപിടിച്ചു. ഈ 30 സ്ഥലങ്ങൾ ഏതൊക്കെയാന്ന് വെച്ചാല് പഞ്ചാബ്, ഹരിയാന, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, അപ്പർ ഗംഗ പ്ലെയിൻസ്. അത് മുഴുവനും നോർത്ത് ഇന്ത്യ ആണ്, ആ സൈഡ് തന്നെയാണ്. കാരണം അവിടെയാണ് കൾച്ചർ മുഴുവനും ഡെവലപ്പായി വന്നുകൊണ്ടിരുന്നതും. എല്ലാം നദിയുടെ സൈഡിലാണ്. കാരണം ഇവര് താമസിക്കുന്നത് അവിടെയാണ്, നദിയുടെ സൈഡിലാണ് അവർ താമസിക്കുന്നത്. അവിടെയാണ് അവരുടെ കൃഷികളും, അല്ലെങ്കിൽ അവരെയാണ് അവിടെ പോട്ടറി വെച്ചിരിക്കുക. വീടിന്റെ മുമ്പിൽ തന്നെയായിരിക്കും ഒരു പോട്ടേഴ്സ് വീൽ ഉണ്ടാക്കുക. ആ വീലിന്മേ മണ്ണ് വെച്ചിട്ട് ചട്ടിയായിട്ടോ കലമായിട്ടോ ഉണ്ടാക്കി പുറത്തേക്ക് വെക്കുന്നു. അപ്പോൾ അവർ അവിടെ തന്നെ താമസിച്ചിട്ടാണ് ഇതൊക്കെ. അതുകൊണ്ടാണ് നമ്മൾ ആ സെറ്റിൽമെന്റ്സ് എന്ന് പറയുക, അല്ലെങ്കിൽ അതിൻ്റെതായ ഗ്രാമങ്ങളിൽ അവർ 12 കിലോമീറ്റർ 10 തൊട്ട് 12 കിലോമീറ്റർ ഈ പല സ്ഥലങ്ങളിൽ, ഈ പറഞ്ഞ രാജസ്ഥാനിലായാലും ശരി, ഉത്തർപ്രദേശ് ആയാലും പല സ്ഥലങ്ങളും എല്ലാം ഇതൊക്കെ ഗ്രാമപ്രദേശത്തിൽ നിന്ന്, ഗ്രാമങ്ങളിലാണ് താമസിക്കുന്നതെങ്കിൽ കൂടെയും 10-12 കിലോമീറ്ററിന്റെ വ്യത്യാസമേ വരുന്നുള്ളൂ. അപ്പോൾ ഈ സ്ഥാപനങ്ങൾ നമ്മൾ ഈ
പോട്ടേഴ്സ് വീൽ ഉപയോഗിച്ചിട്ട് അവരിങ്ങനെ ഈ ചട്ടികളും പാത്രങ്ങളും ഉണ്ടാക്കി ആ പാത്രങ്ങളാണ് അവർക്ക് അവരുടെ ദിനചര്യ ജീവിതത്തിൽ അവര് ഉപയോഗിച്ചിരുന്നത്. ഇതിന്റെ നോക്കൂ, ഇതിലെ വ്യത്യാസം കണ്ടോ? വെള്ളം പിടിച്ചു വയ്ക്കാനായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യത്തിനായിരിക്കാം. ഇതാണ് ഗ്രേ വെയർ. ഇതിന്റെ കളറിന് ഒരു നാച്ചുറൽ ആയിട്ടുള്ള മണ്ണിന്റെ കളറാണ്. ഇപ്പോൾ നമ്മൾ കുട്ടികളായിട്ടിരിക്കുമ്പോൾ, നമ്മൾ ചെറിയ കുട്ടികളായിട്ടിരിക്കുമ്പോൾ മണ്ണപ്പം കപ്പില് ചിരട്ടയില് മണ്ണ് നിറച്ച് അമുക്കി നമ്മൾ കളിച്ചിട്ടുണ്ട്. ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ എല്ലാ കുട്ടികളും കളിക്കാറുണ്ട്. ഈവൻ നമ്മള് കടൽക്കരയിൽ ചെല്ലുമ്പോൾ വീട് മാതിരി അല്ലെങ്കിൽ കൊട്ടാരം മാതിരിയൊക്കെ കുട്ടികൾ, അത് മനുഷ്യന്റെ ഒരു ദൈവമായിട്ട് തന്നിട്ടുള്ള ഒരു പവറാണ്. ജിജ്ഞാസ, ക്യൂരിയോസിറ്റി, അല്ലെങ്കിൽ ഇതിനെ ഉണ്ടാക്കിയെടുക്കുക. മനുഷ്യന് ഒരു ദൈവത്തിന്റെ ഒരു സൃഷ്ടിയിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയ സൃഷ്ടിയാണ് മനുഷ്യൻ. ആ മനുഷ്യന് ഏറ്റവും വ്യത്യാസം, മനുഷ്യനും മൃഗങ്ങളിൽ നിന്നുള്ള വ്യത്യാസം ആലോചിക്കാനുള്ള കഴിവും ചിരിക്കാനുള്ള കഴിവും മനസ്സിലാക്കാനുള്ള കഴിവും. അതിനെ നല്ല വിധത്തിൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് നല്ല കൾച്ചർ കിട്ടുന്നു, നല്ല സംസ്കാരം കിട്ടുന്നു. പക്ഷെ അതിന് ഈ കാലഘട്ടങ്ങളിൽ അത് തീരെ മോശമായിട്ടാണ് ആൾക്കാർ ഉപയോഗിക്കുന്നത്. അത് വിഷയം വേറെ. ഇനി ഈ ഓരോ പോട്ടറിയും അതിന്റെ സ്ട്രക്ചേഴ്സും എവിടെ എങ്ങനെ എന്നുള്ളത്. ഈ പോട്ടറി ഞാൻ പറഞ്ഞു വീലിൽ ഉണ്ടാക്കുന്നു. ആ വീലിൽ നിന്ന് ഈ ക്ലേ ഉപയോഗിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്നു. നമ്മൾ ഈ ഓണ സമയത്ത് നമ്മൾ മലയാളീസ് നമ്മൾ പൂവിടാറുണ്ട്. വീടിന്റെ മുൻവശത്ത് പല കളറിലുള്ള പൂവിനെ ഇട്ടിട്ട് പൂക്കളം ഉണ്ടാക്കുന്നു. അവിടെ ഇതേ സാരി അവര് ഇതേമാതിരി ആ കാലഘട്ടങ്ങളിൽ അവർ ഈ ക്ലേ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ കളിമണ്ണ് ഉപയോഗിച്ചിട്ട് പല കളറിലുള്ള സ്റ്റൂൾസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ആവശ്യമുള്ളത് ഉണ്ടായിക്കോട്ടെ. ഇത് ഗ്രേ മാത്രമല്ല, ബ്ലാക്ക് കളറിൽ ഉണ്ടാക്കിയിട്ടുണ്ട്, ഡീപ്പ് ചോക്ലേറ്റ് കളറിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. 42 ഡിസൈൻസ് ഉണ്ട്. ഈ ഡിസൈൻസിൽ വരുമ്പോ ഓരോന്നും സാധാരണയായിട്ട് കാണുന്നത് ഈ ബൗൾ എന്ന് പറയുന്നത് ഇങ്ങനെ ഇരിക്കും. വെള്ളം കുടിക്കാനുള്ള നമ്മൾ ചട്ടി, ഈ എന്താ പറയാ, നമ്മൾ ില്ലേ അതേമാതിരി അതിന്റെ അടിയിൽ ഒരു തട്ട് വെക്കാറില്ല. അതേമാതിരി ബൗൾസ്, പല വിധത്തിലുള്ള കഞ്ഞി കുടിക്കാനുള്ള ബൗള് നമ്മളിപ്പോഴെ കേരളത്തില് മരത്തിന്റെയും കാണുന്നുണ്ട്, ചിരട്ടേന്റെയും കാണുന്നുണ്ട്. നേച്ചറിൽ നിന്ന് കിട്ടുന്ന ബൗൾസിന് നമ്മൾ ചിരട്ടേനെ നമ്മൾ ചുരണ്ടി മാന്തി പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ അത് നല്ല ഒരു ഭംഗിയുള്ള ഒരു സാധനമായിട്ട് മാറും. അപ്പോ ആ കാലഘട്ടങ്ങളിൽ മണ്ണിൽ നിന്ന് അല്ലെങ്കിൽ കളിമണ്ണ് കൊണ്ട് ഉപയോഗിച്ചിട്ടുള്ള 42 ഡിസൈൻസ് ആണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അതായത് റിസർച്ചിൽ കിട്ടിയത് 42 ഡിസൈൻസ് ആണ്. ഓക്കെ, ഇനി മാത്രമല്ല വീടും അതിൻ്റെതായ സ്ട്രക്ചേഴ്സും. അതും വീടും എങ്ങനെയാ സ്ട്രക്ചേഴ്സ്? വീടൊക്കെ മണ്ണ് കൊണ്ടുള്ള വീടാ. ഞാൻ കേട്ടിട്ടുണ്ട് ഡാം വരെ കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട് വെറും മണ്ണുകൊണ്ട് അല്ലെങ്കിൽ ക്ലേ കൊണ്ട് അടച്ചു പൂട്ടിയിട്ടുള്ള. മലമ്പുഴ ഡാം, ഞാൻ പോയിട്ടില്ല, എനിക്ക് അതിനെപ്പറ്റി അറിയില്ല. മലമ്പുഴ ഡാമില് സിമെന്റ് ഇല്ല, വെറും മണ്ണ് കുഴച്ചു കൂട്ടി അല്ലെങ്കിൽ കളിമണ്ണ് കൊണ്ടാണ് അത് ഉണ്ടാക്കി. അത്രയ്ക്ക് സ്ട്രോങ് ആയിട്ട് അത് നിൽക്കുന്നു എന്ന് പറയുന്നു. എനിക്ക് അതിനെപ്പറ്റി ഒതന്റിക് ആയിട്ട് പറയാൻ പറ്റില്ല, കാരണം ഞാനത് കണ്ടിട്ടില്ല. മലമ്പുഴ ഡാം ഞാൻ ഇതുവരെ പോയിട്ടില്ല, എനിക്ക് അറിയില്ല. കാരണം ആ കാലഘട്ടങ്ങളിൽ ഈ ഇത്രത്തോളം സ്ട്രോങ് ആയിട്ടുള്ള കളിമണ്ണ് കൊണ്ട് അവർ വീടുകൾ ഉണ്ടാക്കുന്നു. പഴയ വീടുകളൊക്കെ ഞാൻ സന്ദർശിച്ചിട്ടുണ്ട്. പഴയ വീടുകളും പഴയ സ്ട്രക്ചേഴ്സ് ഒക്കെ ഞാൻ പോയി കണ്ടിട്ടുണ്ട്. പോട്ടറി വീലില് നമ്മൾ ചെയ്തു നോക്കിയിട്ടുണ്ട്. അതൊക്കെ നമുക്കൊരു പുതിയ അനുഭവമാണ്. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ആ കാലഘട്ടങ്ങളിൽ ഈ മൺകുടത്തിന്റെ അകത്ത് വെള്ളം ഇരിക്കുമ്പോൾ നല്ല തണുപ്പാ. കൂജ എന്ന് പറയും, നമ്മുടെ നാട്ടിൽ അതിനെ കൂജ എന്ന് പറയും. അപ്പൊ അങ്ങനെ വരുമ്പോൾ അതിൻ്റെതായ ഒരു തണുപ്പുണ്ടാവും. ഈ വീടിന് എന്താ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ, പുറത്ത് ചൂടാണെങ്കിൽ അകത്ത് തണുപ്പായിരിക്കും, പുറത്ത് തണുപ്പാണെങ്കിൽ അകത്ത് ചൂടായിരിക്കും. അപ്പൊ എങ്ങനെ ഒരു സ്ട്രക്ചറിന്റെ, അതായത് ഈ നമ്മുടെ ഭൂമിയിലുള്ള മണ്ണിൽ നിന്ന് കിട്ടിയിട്ടുള്ള വ്യത്യാസങ്ങളാണ് ഇതൊക്കെ. ആ വീടുകളൊക്കെ ഉണ്ടാക്കിയതും ബേൺഡ് എർത്ത് കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് മണ്ണിനെ ചുട്ടെടുത്തിട്ടുള്ള മണ്ണ്, ഇഷ്ടിയ, അല്ലെങ്കിൽ നമ്മുടെ തൃശ്ശൂർ പോകുമ്പോ കാണാം നിങ്ങൾക്ക് ഈ ചുമന്ന ഇഷ്ടികള് ബേക്ക് ചെയ്യാന്ന് വെച്ചാൽ ബേൺ ചെയ്തെടുക്കുക. അടിയിൽ വിറകിട്ടിട്ട് ചുട്ടെടുക്കും.
ചുട്ടെടുക്കുമ്പോൾ അതിൽ കുറച്ചുകൂടെ സ്ട്രെങ്ത് കൂടുതലാവും. അതിനാണ് ചുട്ടെടുക്കുന്നത്. മണ്ണ് പെട്ടെന്ന് പൊട്ടിപ്പോവും, അല്ലെങ്കിൽ വെള്ളം വീണാൽ പൊട്ടിപ്പോവും ചുട്ടെടുത്ത കട്ടകള്. അതേമാതിരി മഡിന്റെ ബ്രിക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്, ബേൺഡ് ബ്രിക്സ് ഉണ്ട്, മഡിന്റെ പ്ലാറ്റ്ഫോം, കുറച്ച് പൊക്കമുള്ള ഭാഗത്തിനാണ് നമ്മൾ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. മഡ് പ്ലാസ്റ്റർ ചെയ്തിട്ടുള്ള വീടുകൾ ഞാൻ ഒരു ദിവസം താമസിച്ചിട്ടുണ്ട് മഡ് പ്ലാസ്റ്റർ വീടുകളിൽ. കാരണം നല്ല സുഖമായിട്ടുള്ള ഒരു കൂൾ ഫീലിംഗ് കിട്ടും അതിൻ്റെ അകത്ത്. പഴയ കാലങ്ങൾ സാധനങ്ങൾ കാണാനും എനിക്ക് ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ പോയി കണ്ടിട്ടുള്ളത്. ഒരു 13 ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളത് ഒരു വ്യത്യാസം എന്താ വെച്ചാൽ, ഒരു വീടിന് 13 മുറി, 13 റൂം. ആ 13 റൂമില് കോറിഡോർ ഉണ്ട്, ഇടനാഴി ഉണ്ട്. പിന്നെ ഇടനാഴി എവിടെയാ? ഓരോ 2 റൂമിന് സെറ്റപ്പില് ഇടനാഴി ഉണ്ട്. അത് കൂടാണ്ട് അതിന്റെ ബാക്ക് സൈഡില് കോർട്ട്യാർഡ് ഉണ്ട്, മുറ്റം, നമ്മൾ പറയും മിറ്റമുണ്ടത്. ആ മിറ്റം കൂടെ ഉള്ള ആ സമയത്ത് ഈ നേരത്തെ പറഞ്ഞ മാതിരിയുള്ള സാധനങ്ങൾ അവിടെ നമ്മൾ ഗവേഷണത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ വരുന്നത് അയണും ഇരുമ്പും ടെറാക്കോട്ട. ടെറാക്കോട്ട എന്ന് പറയുമ്പോൾ ടെറാക്കോട്ടയുടെ സാധനങ്ങൾ നിങ്ങൾക്ക് ഇപ്പോഴും കാണാൻ പറ്റും. നിങ്ങൾ കൈരളി ഷോറൂമിലൊക്കെ പോയി കഴിഞ്ഞാൽ പുറത്തൊരു കുതിര ഇരിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ചെറിയ ആട് എല്ലാം ചെയ്തു വെച്ചിട്ട് അതിനൊരു വ്യത്യാസം, അതിന് കളർ വ്യത്യാസമുണ്ട്. മണ്ണുകൊണ്ടുള്ള കളിമണ്ണാണെങ്കിൽ കൂടെയും അതൊരു ലൈറ്റ് ചുമന്ന കളറായിരിക്കും ടെറാക്കോട്ട സാധനങ്ങൾ. ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളത് അയണന്റെ അല്ലെങ്കിൽ ഇരുമ്പ് കൊണ്ട് കിട്ടുള്ളത് കുന്തങ്ങൾ, പിന്നെ സിക്കിൾസ്, വെട്ടാനുള്ള സാധനങ്ങള്, പല വിധത്തിലുള്ള സാധനങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതെല്ലാം ഹസ്തിനപുര, നമ്മള് മഹാഭാരത കഥ വായിക്കുമ്പോൾ ഹസ്തിനപുരം എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് നോർത്ത് ഇന്ത്യയിൽ. അവിടെ ഇങ്ങനത്തെ സാധനങ്ങളുണ്ട്. ഇതിന്റെ സാധനങ്ങളെല്ലാം നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതായത് ഫേർണസ് കണ്ടു. ഫേർണസ് എന്ന് പറയുമ്പോൾ ഇതിനെ ചുട്ടെടുക്കാനുള്ള സാധനം. അയൺ സ്ലാങ് കണ്ടു. പിന്നെ ടോങ്സ് എന്ന് പറയുന്നത് ഇങ്ങനെ നമ്മൾ ഇടുക്കി എന്ന് പറയും, തമിഴിൽ ഇടുക്കി എന്ന് പറയും. അതായത് നമ്മൾ ചൂടുള്ള സാധനത്തിനെ പിടിച്ചെടുക്കാനുള്ള 2 സാധനം ഇങ്ങനെ പിടിക്കാനുള്ള സാധനത്തിനാണ് ടോങ്സ് പറയാം. അത് കണ്ടു. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് ഇവർ ഈ സാധനങ്ങൾ ഉണ്ടാക്കിയിട്ട് അയന്റെ ടോങ്സ് കൊണ്ട് അതിനെ എടുത്ത് ഫയറിൽ നിന്ന്, ഫർണസ് എന്ന് വെച്ചാൽ അതിന്റെ അകത്ത് തീയാണ്, ആ തീയിൽ നിന്ന് എടുത്ത് പുറത്തേക്ക് വെക്കുന്നു. പിന്നെ കണ്ടുപിടിച്ചിട്ടുള്ളത് നിറയെ ബീഡ്സ്, ചെറിയ മുത്തുകൾ. ആ ബീഡ്സ് ടെറക്കോട്ട ബീഡ്സ് അല്ലെങ്കിൽ അഗ്നൈറ്റിന്റെ ബീഡ്സ്, ജാസ്പറിന്റെ ഗ്ലാസ്, ഇതൊക്കെ സാധനങ്ങളായിട്ട് കിട്ടിയതിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത് വെച്ചാല് ഈ സാധനങ്ങളെല്ലാം ആഭരണങ്ങളായിട്ട് ധരിച്ചിരുന്നു. കാതിലാഭരണം, കഴുത്തിലാഭരണം, കയ്യിലാഭരണം, വളയില്, ഇടുപ്പില്, കാലില് ഒക്കെ ആഭരണങ്ങളായിട്ട് അവർ ഇതൊക്കെ ധരിച്ചിരുന്നു. ഈ സാധനങ്ങളൊക്കെ ടെറക്കോട്ട മാത്രമല്ല, ബാക്കിയുള്ള കല്ലുകൊണ്ടോ ഗ്ലാസ് കൊണ്ടോ എല്ലാം കണ്ടുപിടിച്ചിട്ടുണ്ട്. ഗ്ലാസിന്റെ കുപ്പി വളകൾ വരെ നമുക്ക് കിട്ടിയിട്ടുണ്ട് റിസർച്ച് ചെയ്തപ്പോ. അത് മാത്രം കൂടാതെ ഈ ടെറക്കോട്ട കൊണ്ടുള്ള മനുഷ്യരൂപം, അതായത് ഇങ്ങനെ കൈവച്ചിട്ട് മനുഷ്യരൂപങ്ങള്, ആ മനുഷ്യരൂപങ്ങള്, ഡിസ്ക്, ബോള്, പോട്ടറിന്റെ സ്റ്റാമ്പ്, ഇതെല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ ഗവേഷണ സമയത്ത്. ഇങ്ങനത്തെ സാധനങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ മനുഷ്യന്റെ രൂപത്തിൽ അവർ രൂപാന്തരമാക്കി. മനുഷ്യനെ മാത്രമല്ല മൃഗങ്ങളെയും അവർ ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോ എടുത്തു പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി വീടുകളും അവരുടെ താമസ സൗകര്യങ്ങളും എങ്ങനെയായിരുന്നു? റെക്ടാങ്കുലർ, സർക്കുലർ ഷേപ്പിലെ വീടുകൾ. അത് മണ്ണ് അല്ലെങ്കിൽ കളിമണ്ണ് വെച്ചിട്ടുള്ള മതിലുകള്, വാൾസ്. പിന്നെ റൂഫിന് നമ്മുടെ മേൽക്കൂര ഇങ്ങനെ താച്ച്ഡ് മേൽക്കൂര എന്ന് പറയും, അതിന് താച്ച്ഡ് എന്ന് പറയും. വെച്ചാൽ മേൽക്കൂര ഇങ്ങനെ മണ്ണുകൊണ്ട് അല്ലെങ്കിൽ ഇലകൾ കൊണ്ട് വച്ചിട്ടുള്ള റൂഫ്. അപ്പോൾ ഒരു പ്രൊട്ടക്ഷനോട് കൂടിയുള്ള, ഇപ്പൊ നമ്മുടെ നാടുകളിലൊക്കെ കാണുന്നുണ്ട് ടൂറിസത്തിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി, ടൂറിസം അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മൺവീടുകളും റിസോർട്ട്സ് ഒക്കെ ഇപ്പൊ പഴയമാതിരി സിംഗുലർ ആയിട്ടുള്ള ഒറ്റ റൗണ്ട് വീടുകള്, വീടിന് ചുറ്റും വരാന്തകള്, താച്ച്ഡ് റൂഫ്സ്, ഇലകളിലും ഇലയല്ല ഒരുമാതിരി നമ്മുടെ തെങ്ങോല കൊണ്ട് അതിനെ ഉണ്ടാക്കുമ്പോൾ അതിൽ തണുപ്പ് കിട്ടും. അങ്ങനത്തെ കാട്ടുന്നുണ്ട്. അതേമാതിരി അവിടെ ആ കാലഘട്ടങ്ങളിൽ അവർ റെക്ടാങ്കുലർ ഹൗസസിലും വട്ടത്തിലുള്ള വീടുകളിലുമാണ് താമസിച്ചിരുന്നത്. ഈ താമസിച്ചിരിക്കുന്ന വീടിന്റെ അകത്ത് ഒരു
തീ കൂട്ടാനുള്ള ഫയർ പിറ്റ് ഉണ്ടാവും. ആ ഫയർ പിറ്റ് അതിങ്ങനെ ഫയർ പിറ്റിന്റെ ചുറ്റും ഒരു സൈഡിലും ഒരു വട്ടത്തില് ഫയർ പിറ്റ്, അതായത് തീ ഇടുമ്പോൾ ആ തീനെ പുറത്തേക്ക് വരാണ്ടിരിക്കുക, അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാനായിട്ട് ഒരു തീനെ ഫയറിനെ കൺട്രോൾ ചെയ്യാനുള്ള റേസ്ഡ് ആയിട്ടുള്ള പിറ്റും അതിന്റെ ചുറ്റുമുണ്ട്. ആ കാലഘട്ടങ്ങളിൽ ചിലപ്പോൾ ആ ഒരു തീനെ ഇട്ടിട്ട് തീന്റെ സൈഡില് പുറത്തിങ്ങനെ വട്ടത്തിൽ അവർ കിടന്ന് ഉറങ്ങാനും സാധിച്ചിട്ടുണ്ട്. കാരണം തണുപ്പ് കൂടുമ്പോൾ ഒന്ന് തണുപ്പ് കൊണ്ട്, രണ്ട് ആനിമൽസിൽ നിന്ന് അല്ലെങ്കിൽ മൃഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ. അതിന്റെ മൃഗങ്ങൾക്കൊന്നും തീ ഇഷ്ടമല്ല, അപ്പൊ അതുങ്ങൾ പേടിച്ചോടിപ്പോവും. അതിനു വേണ്ടിയിട്ടും തീനെ കൂട്ടി അതിന് ചുറ്റും കിടന്നുറങ്ങി അവർ ലൈഫ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടിയാണ് അത് ചെയ്തിരുന്നത്. പിന്നെ ഓരോ വീടുകളിൽ നമ്മൾ കണ്ടിട്ടുള്ളത് ഈ എക്സ്കവേഷൻസ് അല്ലെങ്കിൽ ഗവേഷണം നടക്കുമ്പോൾ കണ്ടത് 1-2 മൗത്ത് എന്താ പറയാ, ഒരു ചെറിയ അടുപ്പുണ്ട്. ചൂല എന്ന് പറയുന്നത് അടുപ്പാണ്. ഈ അടുപ്പ് എന്ന് പറഞ്ഞാൽ ആദ്യ കാലഘട്ടം നമ്മുടെ കേരളത്തിലുണ്ടായിരുന്നു, ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു. ഒറ്റയടുപ്പും 2 അടുപ്പും, അതായത് 2 വായുള്ള അടുപ്പ് എന്ന് വെച്ചാൽ ഒരടുപ്പിന്റെ ഇവിടെ തന്നെ കയറ്റിയാൽ അപ്പുറത്ത് കൂടെ ഒരു ചെറിയ 3 കട്ട ഇവിടെ ഉണ്ടാവും, ഇപ്പുറത്ത് 3 കട്ട ഉണ്ടാവും. ഈ തീ അങ്ങോട്ട് പൊക്കോളും. അപ്പൊ ഒരേ സമയത്ത് നമുക്ക് ഒരടുപ്പിൽ 2 സാധനങ്ങൾ അല്ലെങ്കിൽ 2 പാത്രങ്ങൾ വെക്കാം. ആ അടുപ്പിൽ ചുമന്ന മണ്ണ് കൊണ്ടുള്ള അടുപ്പ് ഇപ്പോഴും ഉണ്ട്. കാലഘട്ടങ്ങൾ പോയാലും ഇപ്പോഴും ഈ സാധനങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, നമുക്ക് നമ്മുടെ ഈ പൊങ്കാല വരുന്നുണ്ട് തിരുവനന്തപുരത്ത്. പൊങ്കാല സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ആൾക്കാർ 3 ഇഷ്ടിക വെച്ചിട്ട് അതിന്റെ മേലെ ഒരു കലം വെക്കും. അത് ആ പൊങ്കാല ചെയ്യുമ്പോൾ ആ മൺകലത്തിൽ വേണം ചെയ്യണം എന്നുള്ള ഒരു നിർബന്ധമുണ്ട്. നമ്മളുടെ റിലീജിയസ് ബിലീഫ് ആയിരിക്കാം, അല്ലെങ്കിൽ അതൊരു സിസ്റ്റമായിട്ട് എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ. അങ്ങനെ 3 കലം അല്ലെങ്കിൽ 1 കലം ഇങ്ങനെ വെച്ചിട്ട് അപ്പൊ അവിടെ ഒന്നായിട്ടാണ് കാണുന്നത്. പക്ഷെ കല്ല് വെക്കുമ്പോൾ ഈ മൺകലം ചെറുതിട്ട് ഈ അടുപ്പ് മേടിക്കാനും കിട്ടുന്നുണ്ട്. പക്ഷെ പൊങ്കാലയ്ക്ക് അത് ഉപയോഗിക്കാറില്ല. ഇഷ്ടിയ 2-3 ഇഷ്ടിയ, ഇപ്പുറത്ത് 3 ഇപ്പുറത്ത് 3 ഇഷ്ടിയ വെച്ചിട്ട് അതിന്റെ മേലെ ഒരു മൺകലം, പുതിയ മൺകലം വെക്കും. അതുമേലെയാണ് നമ്മൾ അടിയില് കൊതുമ്പ് അങ്ങനത്തെ സാധനം, അല്ലാണ്ട് ഗ്യാസ് അല്ല കയറ്റുന്നത്, കൊതുമ്പ് അങ്ങനത്തെ സാധനങ്ങൾ വെച്ച് അതില് വെള്ളം തിളയ്ക്കുമ്പോൾ അരിയിട്ട് പൊങ്കാല ദേവിക്ക്, ആറ്റുകാൽ ദേവിക്ക് അങ്ങനെയാണ് നമ്മൾ പൊങ്കാല സമർപ്പിക്കുന്നത്. ഇതൊക്കെ വിശ്വാസമാണ്. ഗ്രെയിൻസ് ഒക്കെ സ്റ്റോർ ചെയ്യാനും ഈ ഇതില് വീടിന്റെ അകത്ത് വലിയ പിറ്റുകൾ ഉണ്ടായിരുന്നു അവരുടെ സാധനങ്ങൾ സൂക്ഷിക്കാനായിട്ട്. ഇനി അവരുടെ മതം എന്തായിരുന്നു, അവരുടെ സിസ്റ്റം എന്താണെന്ന് നോക്കുമ്പോൾ നേച്ചർ, മദർ ഗോഡസ് എന്ന് പറയുന്നത് നേച്ചറാണ്. അവരെയാണ് മദർ ഗോഡസ് ആയിട്ട് നേച്ചറാണ് വർഷിപ്പ് അല്ലെങ്കിൽ വിശ്വസിച്ചിരുന്നത്. പിന്നെ ഈ എന്തൊക്കെ ഓരോ ദൈവങ്ങളുടെ അല്ലെങ്കിൽ ക്ലേ കൊണ്ട് ഈ ബേക്ക് ചെയ്തതും അല്ലെങ്കിൽ ചുട്ടതും ചുടാത്തതുമായ രൂപങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഈ കലിയോളിത്തിക് ഏജ് ടൈമില് ദൈവങ്ങൾ അല്ലെങ്കിൽ പുരുഷ ദൈവങ്ങൾ വളരെ കുറവായിരുന്നു. സ്ത്രീനെ, കാരണം സ്ത്രീനെ സംബന്ധിക്കുന്നത് ഫെർട്ടിലിറ്റി റിലേറ്റഡ് വിത്ത് നേച്ചർ. ബെറിയൽ, എങ്ങനെ മരിച്ചു പോയവരെ സാധാരണയായിട്ട് അടക്കം ചെയ്യും. ഈ അടക്കം ചെയ്യുമ്പോൾ വലിയവരെ അടക്കം ചെയ്യുമ്പോൾ നോർത്ത് സൗത്ത് ഡയറക്ഷനിലാണ് വരിക. നോർത്തേൺ സൈഡില് തല വരണം, സൗത്ത് സൈഡിൽ കാല് വരണം. ചെറിയ കുട്ടികളാണ് മരിച്ചു പോണെന്നെങ്കിൽ അവര് നമ്മൾ ഒരു വലിയ മൺകലത്തിന്റെ അകത്താണ് ബറി ചെയ്യുക. പിന്നെ ഈ ബറി ചെയ്യുന്ന സമയത്ത് ഈ ഡെഡ് ബോഡിയിലൊക്കെ ആഭരണങ്ങളും ഇട്ടിരുന്നു. പക്ഷെ ഇതിന് ഒരു വ്യത്യാസം എന്ന് വെച്ചാല് പിരമിഡ്സില്, ഞാൻ ഈജിപ്തിലും പോയിട്ടുണ്ട്, പിരമിഡിന്റെ അകത്തും പോയിട്ടുണ്ട്. അപ്പോ ഈജിപ്തില് നമ്മൾ കാണുന്നു അവർ എല്ലാ സാധനങ്ങളും അകത്തുള്ള ഇന്റേണൽ ഓർഗൻസ് ഒക്കെ മാറ്റി വെച്ചിട്ട് മമ്മിഫൈ ചെയ്ത് വെച്ചിട്ടുള്ള പിരമിഡ്സിന്റെ അകത്തുള്ള ഡെഡ് ബോഡീസിലെ എല്ലാ സാധനങ്ങളും അവർ കൂടെ ഒപ്പം ബറി ചെയ്യും. അവരുടെ വിശ്വാസം ഈ മരിച്ചുപോയ ആള് തിരിച്ചു വരുമ്പോൾ ഇതൊക്കെ വേണം. ഇൻക്ലൂഡിങ് പെറ്റ്സ് വരെ വെച്ചിട്ടുണ്ട്, സ്ലേവ്സിനെ വരെ വെച്ചിട്ടുണ്ട്, സോൾജിയേഴ്സിനെ വരെ വെച്ചിട്ടുണ്ട് മരിച്ച രാജാവിന്റെ കൂടെ. അത് അവരുടെ വിശ്വാസം. ഇവിടെ ആ വിശ്വാസം ഇല്ല. പക്ഷെ ഡെഡ് ബോഡിയില് ജ്വല്ലറീസ് ഉണ്ടായിരുന്നു. സോഷ്യൽ എങ്ങനെയാ വെച്ചാൽ ഇവരെങ്ങനെ സോഷ്യൽ ഓർഗനൈസേഷൻ നോക്കുന്നത് മുഴുവനും റാങ്ക് അനുസരിച്ചിട്ടാണ്.
ഈ റാങ്ക് എന്ന് പറയുന്നത് ഓരോരുത്തർക്കുള്ള പൊസിഷൻ അനുസരിച്ചിട്ടാണ് റാങ്കിങ് കൊടുക്കുക. ഇതില് ഈ റാങ്കിങ്ങിൽ വരുമ്പോഴത്തേക്കും നമ്മൾ ഇവിടെ ഒരു രാജാവ് ഉണ്ടെങ്കിൽ, ഒരു ക്ലാന്റെ രാജാവ് ഉണ്ടെങ്കിൽ രാജാവിന് ചുറ്റി, വീടിന് ചുറ്റി ഒരു ഫോർട്ടിഫൈ ചെയ്യും. നമ്മളുടെ നോർത്ത് ഇന്ത്യയില് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫോർട്ട്സ് ഒക്കെ ഉണ്ട്. ആ ഫോർട്ട്സ് ഒക്കെ ഇപ്പോഴും അതിന്റെയൊക്കെ പഴയ കാലങ്ങളിലുള്ളതിന്റെ അവശിഷ്ടങ്ങളാണ്. റെഡ് ഫോർട്ട് തന്നെ ഇതേമാതിരി, അത് മുഗൾ സമയത്താണ്, മുഗൾ രാജാവിന്റെ സമയത്താണ് റെഡ് ഫോർട്ട് ഉണ്ടാക്കുന്നത്. അപ്പൊ ഇതേമാതിരി ഗ്രാനറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധാന്യങ്ങൾ സൂക്ഷിക്കാൻ വലിയ കലങ്ങൾ ഉണ്ടാക്കുക, അതിൻ്റെ അകത്ത് ഉണ്ടാക്കി വെക്കുക. പിന്നെ അവര് കനാൽസ് കണ്ടിട്ടുണ്ട്. കനാൽസ് എന്ന് വെച്ചാൽ വെള്ളം പോവാനുള്ള വഴിയുണ്ട്. എംബാങ്ക്മെന്റും കനാൽസും അവരുണ്ടാക്കിയിരിക്കുന്നത് അവരുടെ കൃഷിക്ക് ആവശ്യമായ വെള്ളങ്ങൾ കൊണ്ടുപോകാനും കൊണ്ടുവരാനും. ഇനി ഈ സമുദായത്തിനെ അല്ലെങ്കിൽ ഈ കമ്മ്യൂണിറ്റിനെ നമ്മൾ 3 ഭാഗമായിട്ടാണ് പിരിച്ചിട്ടുള്ളത്. ആ 3 ഭാഗങ്ങൾ പല സമയത്തായിട്ട് നമ്മൾ വരുന്നു. എന്തായിട്ട് ഏത് സമയത്താണ് ബ്രോഡായിട്ടുള്ള ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ്, തേർഡ് സ്റ്റേജ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കംപ്ലീറ്റ് ഇവരുടെ സോഷ്യൽ ഓർഗനൈസേഷൻ വന്നിരിക്കുന്നത്. അത് കൂടാണ്ട് ഇവര് കൂടുതലായിട്ടും കൃഷി ചെയ്യുന്നത് കൊണ്ട് അവര് ആനിമൽസ്, ചെറിയ ആനിമൽസ് ഡൊമസ്റ്റിക്കേഷൻ ചെയ്തിട്ട് അവരുടെ കൂടെ ഒരു കർഷകന്റെ കൂടെ എപ്പോഴും കോഴി ഉണ്ടാവും, കാളയുണ്ടാവും, പശു ഉണ്ടാവും, ആടുണ്ടാവും, ഇങ്ങനത്തെ പന്നി ഉണ്ടാവും, പട്ടി ഉണ്ടാവും, കോഴി ഉണ്ടാവും, വെളുപ്പിനെ കൂവാനായിട്ട് കോഴി ഉണ്ടാവും. അപ്പോ ഇതുങ്ങളെയൊക്കെ അവർ ഉപയോഗിച്ചിട്ടുള്ളത് കൂടുതലായിട്ടും അവർക്ക് ആവശ്യമുള്ള വർക്കിനും, അവർക്ക് ആവശ്യമുള്ള പാലില്, അവർക്ക് ആവശ്യമുള്ള മാംസത്തിന്. അവർ ഇതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കാളകളും ബഫലോ ഒക്കെ അല്ലെങ്കിൽ എരുമയൊക്കെ വീട്ടിൽ പാലും കറക്കും, കൃഷി സ്ഥലത്ത് അതുങ്ങളെ ലേബറായിട്ട്, അതായത് നമ്മൾ പ്ലൗ ചെയ്യാനും അവരെ ഉപയോഗപ്പെടുത്തും. അവരുടെ ചാണകങ്ങൾ അവരുടെ ചാണകങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് അതിന്റെ മാന്യുവറായിട്ടാണ്, അല്ലെങ്കിൽ ചെടികൾക്ക് മാന്യുവറായിട്ട്. അപ്പോ ഈ കണക്ഷൻ ഒരു അഗ്രികൾച്ചറൽ ഒരു ഫാർമറിന്റെ കൂട്ടുകാരാണ് ഇവരൊക്കെ, ഈ പറഞ്ഞ ആൾക്കാരൊക്കെ. അങ്ങനെ അവര് ഡൊമസ്റ്റിക്കേഷൻ ചെയ്ത് മെരുക്കിയെടുക്കുക. നാട്ടിൽ നിന്നുണ്ടായിരുന്ന കാട്ടിലുണ്ടായിരുന്ന മൃഗങ്ങളെ പതുക്കെ കൂടെ താമസിച്ച് ആഹാരം കൊടുത്ത് അതുങ്ങളെ പരിചയപ്പെടുത്തി അതുങ്ങളിൽ നമ്മളിൽ ഒരു വിശ്വാസം വരും, എന്നെ ഇങ്ങേര് ഉപദ്രവിക്കില്ല എന്ന് ആനിമൽസിൽ നോക്കിയാലാണ്. അതുകൊണ്ടാണ് പട്ടി നമ്മളെ കാണുമ്പോൾ, നമ്മുടെ പെറ്റ് ഡോഗ് നമ്മളെ കാണുമ്പോൾ വാലാട്ടുന്നത്. അതിനറിയാം ഇത് എന്റെ ഉടമസ്ഥനാണ്, എന്നെ ഉപദ്രവിക്കില്ല എന്നുള്ളത്. അതേസമയം വേറൊരാളെ കാണുമ്പോൾ ആ നായ കുരയ്ക്കും, കടിക്കും, ഓടിച്ചിടും. കാരണം അത് അവരുടെ പരിചയപ്പെട്ടിട്ടുള്ളതല്ല, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അടുത്തതായിട്ട് നമ്മള് നിയോലിത്തിക് ഫേസ് എന്ന് പറയും. സൗത്ത് ഇന്ത്യയിലെ നിയോലിത്തിക് ഫേസ്, അതായത് നമ്മൾ ഇത്രയും നേരം സംസാരിച്ചത് നോർത്ത് ഇന്ത്യയിലുള്ള ഏരിയകളാണ്. ഇനി സൗത്ത് ഇന്ത്യ വരുന്നു. സൗത്ത് ഇന്ത്യയിൽ നമ്മൾ ഇതേമാതിരി ക്ലസ്റ്റേഴ്സ് കാണുന്നുണ്ട്. എവിടെയാന്ന് വെച്ചാൽ തമിഴ്നാട്ടിലെ ഹിൽസിൽ, തമിഴ്നാട് മലമ്പ്രദേശത്ത് കാണുന്നുണ്ട്. ഈ നിയോൺ മീൻസ് ന്യൂ, ലിത്തിക് മീൻസ് സ്റ്റോൺ, ന്യൂ സ്റ്റോൺ ഏജ് എന്ന് പറയാം വേണമെങ്കിൽ. അപ്പോൾ ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത്, കൂടുതലായിട്ടും കണ്ടത് ആഷ് മൗണ്ടൻസ്, അതായത് ആഷ് മൗണ്ട് മാതിരി പൊങ്ങിയ സ്ഥലം, സെമി ഏരിയഡ് ഏരിയാസിലും ഭീമ, കൃഷ്ണ, തുംഗഭദ്ര, ദുവാബിലാണ് നമ്മൾ സൗത്ത് ഇന്ത്യയിൽ കൂടുതലായിട്ട് ഈ ഫേസിൽ പെട്ടിട്ടുള്ള പോട്ടറീസ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളത്. അത് അവിടെ നടന്നിട്ടുള്ള ഗവേഷണങ്ങളിൽ ഉത്തനൂർ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് നമ്മൾ കൂടുതലായിട്ടും ഈ ഫോറസ്റ്റില് അല്ലെങ്കിൽ കാട്ടിൽ ജീവിക്കുന്ന ആൾക്കാരുടെ സംസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ അവരുടെ ശകലങ്ങളാണ് കൂടുതലായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് ന്യൂ സ്റ്റോൺ ഏജിന്റെ. ഈ ന്യൂ സ്റ്റോൺ ഏജിന്റെ അല്ലെങ്കിൽ പുതിയ നിയോലിത്തിക് ഏച്ചറിന്റെ ഒരു ലിങ്ക് ഉണ്ട്. ഇവരെ നമ്മൾ വിശ്വസിക്കുന്ന എങ്ങനെയാ വെച്ചാൽ ഇത് ഇൻഡോ ഇറാനിയൻ ലാൻഡ്സ് എന്ന് വന്ന് ഇവിടെ താമസിച്ചവരാണോ, ആ ലിങ്ക് നമ്മൾ അങ്ങനെയാണ് അവരെ കണ്ടുപിടിക്കുക. അവരും ഈ സൗത്ത് ഇന്ത്യയില് അല്ലെങ്കിൽ ഇവിടെ ഉള്ളവര് അവിടെ നിന്ന് ഇറാനിയൻ കൾച്ചർ, ഇൻഡോ ഇറാനിയൻ കൾച്ചറിന്റെ കണ്ടിന്യൂഷൻ ആണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഇനി ഇവിടെ ഈ സൗത്ത് ഇന്ത്യയിൽ തന്നെ അല്ലെങ്കിൽ ഈ കാലഘട്ടങ്ങളിൽ കാണുന്ന സൗത്ത് ഇന്ത്യയിൽ കാണുന്ന ഇരുമ്പിന്റെ യോഗം
അല്ലെങ്കിൽ ഇരുമ്പ് കൊണ്ടുള്ള സാധനങ്ങളുടെ അവശിഷ്ടങ്ങൾ എവിടെ കിട്ടുന്നു? നമുക്ക് പിലൂർ ആൻഡ് ഹലൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ എക്സ്കവേഷൻ ചെയ്യുമ്പോൾ കിട്ടിയതാണ്. ഇതിൽ നിന്ന് നമ്മൾ ഇതിന്റെ വ്യത്യാസം എന്താന്ന് വെച്ചാൽ ബറിയല്, അതായത് മരിച്ചുപോയ ആളെ ബറിയൽ ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന സാധനങ്ങളിൽ ഈ അയൺ ഓബ്ജക്ട്സ് കണ്ടുപിടിച്ചു. അങ്ങനെയാണ് അത് മനസ്സിലാക്കിയത്. അത് മാത്രമല്ല കണ്ടുപിടിച്ചത്, റെഡും ബ്ലാക്കും വേർ സാധനങ്ങളുടെ അംശങ്ങള്, മാറ്റ് പെയിന്റഡ് അംശങ്ങള്, റെഡ് വെയറിന്റെ അംശങ്ങൾ, ഇതൊക്കെ നമ്മൾ ബറിയലിന്റെ സമയത്ത് നമുക്ക് കടന്നു കിട്ടിയിട്ടുണ്ട്. ഈ ഇംപ്ലിമെന്റ്സ് അല്ലെങ്കിൽ ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ സാധനങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാല് ആരോ ഹെഡ്, ഡോജർ, സ്വേർഡ്, സ്പിയർ ഹെഡ്, ലാംപ് ട്രീഡന്റ്, ബാറ്റിൽ ആക്സ്, പ്ലൗ ഷെയർ, ഹോസ് ആൻഡ് ലാഡിൽസ്. ഇത് ഞാൻ പിക്ചർ തന്നിട്ടുണ്ട് ഇവിടെ. ഈ പിക്ചർ നോക്കൂ. ഇതില് പല വിധത്തിലുള്ള എക്യുപ്മെന്റ്സ് ആണ്. ഇതിലൊക്കെ ഇരുമ്പ് കൊണ്ട് ഉണ്ടാക്കിയ എക്യുപ്മെന്റ്സ് ആണ് ഇവിടെ നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ മാതിരിയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഈ റിസർച്ച് ചെയ്തപ്പോൾ കിട്ടിയ സാധനങ്ങളാണ്. അപ്പോൾ ഇതിൽ നിന്ന് അവർ ഉപയോഗിച്ചിരുന്നത് പല വിധത്തിലുള്ള അഗ്രികൾച്ചറൽ ഇംപ്ലിമെന്റ്സ് എന്ന് പറയാം, അല്ലെങ്കിൽ ടൂൾസ് എന്ന് പറയാം. പല ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങളായിട്ടാണ് അയണിനെ അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി മേഘാലിത്തിക് കൾച്ചർ. മേഘാലിത്തിക് കൾച്ചർ എന്ന് പറയുമ്പോൾ അഗെയിൻ അതൊരു 2000 കോടി വർഷത്തിന്റെ ഒരു മിലേനിയത്തിന്റെ തുടക്കത്തിലാണ് ഇത് കണ്ടുവരുന്നത്. ഇതിലും എവിടെയാ നമ്മൾ കണ്ടുവരുന്നത് വെച്ചാൽ കൂടുതലായിട്ട് നമ്മൾ ഇതിനെപ്പറ്റി കണ്ടിട്ടുള്ളത് ഇറാന്റെയും സെൻട്രൽ ഏഷ്യന്റെയും ഭാഗത്തായിട്ട് വരുന്ന മാതിരി. ഇതിൽ നമ്മൾ കാണുന്നത് ഒരു ഡെവലപ്മെന്റ്സ് എന്താണ്? പുതിയ കലിയോലിത്തിക് കസ്റ്റംസിന്റെ, ഡെക്കാണിലുള്ള കസ്റ്റംസിന്റെ ആയിട്ടുള്ള സെയിം ഡെവലപ്മെന്റ്സ്. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നു ഇത് ചിലപ്പോൾ ആര്യന്മാരാണോ ദ്രവീഡിയന്മാരാണോ എന്നുള്ള ഒരു വ്യത്യാസം, ഒരു സംശയം വന്നിട്ടുണ്ട്. നമുക്ക് ഐഡന്റിഫൈ ചെയ്തിട്ടില്ല എത്രയായാലും. പക്ഷെ ആര്യനായിരിക്കാം, അല്ലെങ്കിൽ ദ്രവീഡിയൻസിന്റെ കൾച്ചർ ആയിരിക്കാം. ഇത് രണ്ടിന്റെയും ബിറ്റ്വീൻ വരുന്ന മെഗാലിത്തിക് കൾച്ചറിൽ ഇവരുടെ ജീവിത മാർഗത്തിൽ എന്തായിരുന്നു? ഫുഡിന്റെ മാർഗത്തിൽ എന്തായിരുന്നു? സബ്സിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ ഫുഡാണ്. ഇവര് തമിഴ്നാട് കർണാടക ഏരിയയിലുള്ളവര് വളരെ സാമർത്ഥ്യമായിട്ട് എവിടെയൊക്കെയാണ് അയൺ ഓർ ഉള്ള അയൺ ഇങ്ങനെ വെള്ളത്തിൽ ചലിച്ചെടുക്കും, അല്ലെങ്കിൽ ചലിച്ചെടുക്കും. അപ്പൊ അതേമാതിരിയാണ് നമ്മളിപ്പോൾ ഗോൾഡും ബാംഗ്ലൂർ അല്ലെങ്കിൽ കർണാടകയിൽ കണ്ടിട്ടുള്ളത്. ഇതൊക്കെ ഗ്രെയിൻസ് ആയിരിക്കും, സ്മോൾ ഗ്രെയിൻസ് ആയിട്ടുള്ള ഓർ എന്ന് പറയുമ്പോൾ എല്ലാം കൂടെ കലർന്നതാണ് ഓർ എന്ന് പറയാം. ട്രേസ് ചെയ്ത് എടുക്കുകയാണ് അത്. അതിൽ നിന്ന് അരിച്ച് ചെലിച്ച് എടുത്ത പിന്നെ അതിനെ നമ്മൾ ചൂടാക്കുമ്പോഴാണ് നമ്മൾക്ക് ഈ അയണായിട്ട് മാറി കിട്ടുന്നത്. ആ അയണിനെ നമ്മൾ ചൂടാക്കി ഫർണസിലിട്ട് ചൂടാക്കി എടുത്ത് വെള്ളം മാതിരി ആക്കിയിട്ട് ആ വെള്ളത്തിന് ഈ ഇരുമ്പിനെ വെള്ളം മാതിരിയാക്കി പിന്നെ അതിനെ മോൾഡിലേക്ക് ഒഴിച്ച് തണുപ്പിച്ചെടുക്കുമ്പോൾ ആ രൂപത്തിൽ ഏത് മോൾഡിലേക്ക് നമ്മൾ ഒഴിക്കുന്നോ ആ മോൾഡിലേക്ക് ഈ ഇരുമ്പിന്റെ അംശങ്ങൾ ഒരുമിച്ചായി അത് ഒരു ഐക്കണായിട്ട് മാറും. ഇങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുക. ഇതിനെ എന്തിനു നമ്മൾ ഉപയോഗിച്ചിരുന്നു എന്ന് വെച്ചാല് നമ്മൾ ഇവര് ഈ സമയത്ത് ട്രേഡിങ് നടത്തുന്നുണ്ട്, അല്ലെങ്കിൽ ഇവര് ഒരുപാട് ഇത് നടത്തുന്നുണ്ട്. അതിനൊക്കെ പല ആവശ്യത്തിന് വേണ്ടിയിട്ട് ഈ സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിരുന്നു. കൂടാണ്ട് പാസ്ട്രൽ ഗ്രൂപ്പ്, ഒരു സ്ഥലത്തു നിന്ന് വേറെ സ്ഥലത്തേക്ക് മാറി മാറി പോകുന്ന ഗ്രൂപ്പുകളാണ്. അത് മാത്രമല്ല അവർക്ക് ഇങ്ങനെ കൃഷിക്കും ഇത് ഉപയോഗിച്ചിരുന്നു. ഇതിൽ നമ്മൾ കണ്ടുവരുന്നിട്ടുള്ളത് ഒരു കാലഘട്ടങ്ങളിൽ കാണുന്ന ഗ്രൂപ്പ്സിൽ വരുമ്പോൾ എന്തൊക്കെ ടെക്നോളജി നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. 7750 BC വന്ന ടെക്നോളജികളാണ് ഇതൊക്കെ. ഈ ടെക്നോളജി ഉപയോഗിച്ചിട്ട് നമ്മൾ വളരെ കാലഘട്ടത്തിൽ വളരെ കൃത്യമായിട്ട് ഉപയോഗിച്ച് അതിനെ പല വിധത്തിൽ ഉപയോഗിച്ചു. ഇനി കൾച്ചറിൽ ഉപയോഗിച്ച് അതിനെ എടുത്ത് ഉപയോഗിച്ച് നമ്മൾ ഗ്രാജുവലായിട്ട് പ്രോഗ്രസീവായിട്ട് പോകുന്നു. അടുത്തതായിട്ട് നമ്മൾ വരുന്നത് ഇവരെ ഓരോ ഗ്രൂപ്പും വേറൊരു ഗ്രൂപ്പിലേക്ക് ട്രാൻസിഷൻ വരുമ്പോഴാണ് അതിന് അർബനൈസേഷൻ എന്ന് പറയാം. ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത്, അതോടുകൂടി ഞാൻ അവിടെ യൂണിറ്റ് 7 നിർത്തിയിരിക്കുകയാണ്. ഇനി യൂണിറ്റ് 8 വരുന്നത് വേദിക് സൊസൈറ്റി, ഏർലി വേദിക് സൊസൈറ്റി. ഈ ഏർലി വേദിക് സൊസൈറ്റിയിൽ നമ്മൾ വിശ്വസിച്ചിട്ടുള്ളത് വേദങ്ങൾ, നമ്മൾ
നമ്മൾ ആരും എഴുതി ഉണ്ടാക്കിയതല്ല. അല്ലെങ്കിൽ ദേവന്മാർക്ക്, ഋഷിമാർക്കും സന്യാസിമാർക്കും പറയുമ്പോൾ അവർക്ക് കേട്ട് മനസ്സിലായതാണെന്നാണ് നമ്മൾ വേദങ്ങൾ പറയാം. അതുകൊണ്ടാണ് അതിനെ റിലവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ കേൾവിയില്ല, ശ്രുതി എന്നാ പറയാ. അതിന് ശ്രുതി എന്ന് വെച്ചാൽ കേൾക്കുക, കേട്ടിട്ട് മനസ്സിലാക്കുക, അതിനെ മെമ്മറിയിൽ പറയുക. അതിനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോഴും പിന്നെയും പിന്നെയും അത് എഴുതാത്തത് കൊണ്ട് ശ്ലോകങ്ങളൊക്കെ പറഞ്ഞു കേൾക്കാണ്. നമ്മൾ ഗീത പാരായണം ചെയ്യുമ്പോഴൊക്കെ സ്തുതി ഞങ്ങളൊക്കെ കാണാണ്ട് പഠിച്ചിട്ടുണ്ട്. ഇതൊക്കെ സ്തുതി എല്ലാം വളരെ കേട്ട് പഠിക്കുകയാണ്. നമ്മൾ ക്ലാസ്സുകളിൽ പോകുമ്പോൾ ഇത് കേട്ട് പഠിക്കുന്നു. കേട്ട് പഠിച്ചിട്ട് നമ്മൾ പറയുമോ മശ്വത്താം ഇങ്ങനെ പറഞ്ഞ ശ്ലോകങ്ങൾ, ഓരോ ആവശ്യത്തിനുള്ള ശ്ലോകങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുന്നു. കേട്ട് മാഷുമാര് അല്ലെങ്കിൽ ഗുരുക്കൾ പറഞ്ഞു കൊടുക്കുന്നു. ആ കുട്ടികൾ കേട്ട് പഠിക്കുന്നു. എഴുത്തില്ല, അവിടെ എഴുതി വെക്കാറില്ല. ഇതിനെ നമ്മള് ഈ പ്രോസസ്സിനെ നമ്മള് ഋഗ്വേദത്തില് പറഞ്ഞിട്ടുള്ളത് ഫ്രോഗ് ഹൈം എന്നാണ്. കാരണം എന്താണ് ഫ്രോഗ് ഹൈം? തവളകള് മഴക്കാലത്ത് ക്രോങ് ക്രോങ് ക്രോ എന്ന് പറഞ്ഞ് വിളിക്കുന്ന മാതിരി ഗുരു പറയുമ്പോൾ കുട്ടികൾ ഏറ്റു പറഞ്ഞ് അല്ലെങ്കിൽ ശിഷ്യന്മാർ കേട്ട് പറഞ്ഞ് അത് പ്രാക്ടീസ് ഹൃദയസ്ഥമാക്കുകയാണ്. അങ്ങനെയാണ് ഇത് ഋഗ്വേദത്തിൽ പഠിച്ചത്. എല്ലാ വേദങ്ങളിലും അങ്ങനെ തന്നെയാണ്. ഇനി ഇതിന്റെയൊക്കെ ഉദ്ദേശം എവിടെ നിന്ന് കിട്ടുന്നു? വേദാന്ന് വെച്ചാൽ സാൻസ്ക്രിറ്റില് അറിയുക, അറിവ്, ടു നോ, അറിവ് എന്നാണ് അർത്ഥം. ഈ വേദത്തിനെ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ പല പ്രേയേഴ്സ്, ഭഗവാൻ ദൈവത്തിനുള്ള പ്രേയർ ആയിട്ടോ സ്തുതിയായിട്ടോ നമ്മൾ അമ്പലങ്ങളിൽ കണ്ടിട്ടുണ്ട്. നട അടച്ചിരിക്കുന്ന സമയത്ത് പുറത്ത് സ്തുതി പാടിക്കൊണ്ടിരിക്കും പാലകന്മാർ. കാരണം ഒരു വിധത്തിൽ സ്തുതി പറയുമ്പോൾ ദൈവത്തിന് ഒരു സന്തോഷം. ഇപ്പൊ ഈ കാലഘട്ടത്തെ ആൾക്കാർക്കും മുഖത്ത് നോക്കി മുഖസ്തുതി പറഞ്ഞാൽ വലിയ സന്തോഷമായിരിക്കും. കാരണം അത് നേച്ചറാണ്, അങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ. അതിൽ പ്രത്യേകിച്ചൊന്നും എടുത്തു പറയാനില്ല. സ്തുതി പറയുക, ദൈവത്തിന് സ്തുതി പറയുക. പള്ളിയിലായാലും ശരി, മോസ്കിലായാലും ശരി, ഈശ്വരനെ പറ്റി പുകഴ്ത്തി പാടുക, പ്രേയേഴ്സ്. ഓക്കെ, വേദാസ് ആര്യൻസ് ആണ് കമ്പോസ് ചെയ്തിട്ടുള്ളതെന്നാണ് നമ്മളുടെ വിശ്വാസം. ഇത് 4 വേദങ്ങളുണ്ട്. ആദ്യത്തെ വേദമാണ് ഋഗ്വേദം. ഋഗ്വേദത്തിലാണ് വേദത്തിന്റെ തുടക്കം. ഏറ്റവും പഴയ വേദം ഋഗ്വേദം. ആ ഋഗ്വേദം തന്നെ പിന്നെയും സബ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് പല ഘട്ടങ്ങളായിട്ട്, പല ഭാഗങ്ങളായിട്ട്. അതൊന്നും ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് ഇവിടെ തരാൻ ഉദ്ദേശിക്കുന്നില്ല. പിന്നെ വരുന്ന 3 വേദങ്ങളാണ് സാമവേദ, യജുർവേദ, അഥർവവേദ. ഇത് 3. ഇതിൽ ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് എങ്ങനെ ജീവിക്കണം, എങ്ങനെ രാജാവ് ഭരിക്കണം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള പരാമർശങ്ങളാണ്. ഇനി ആർക്കിയോളജിക്കൽ സോഴ്സസിൽ കൂടെ നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത് എക്സ്കവേഷൻസ്, പല വിധത്തിലുള്ള നമ്മൾ ചെയ്തിട്ടുള്ള റിസർച്ചിൽ പഞ്ചാബില്, ഉത്തർപ്രദേശില്, നോർത്തേൺ രാജസ്ഥാനില് ഒക്കെയാണ് പോസ്റ്റ് ഹാരപ്പൻ കലിയോളിത്തിക് സെറ്റിൽമെന്റ്സ് അല്ലെങ്കിൽ കലിയോളിത്തിക് സാധനങ്ങൾ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതേമാതിരി ആർക്കിയോളജിക്സ് ഇവരെ എങ്ങനെയാണ് കണക്കെന്ന് വെച്ചാൽ റിലേറ്റ് ചെയ്യുന്നത് പോസ്റ്റ് ഹാരപ്പൻ കൾച്ചർ ആയിരിക്കാം ആര്യന്മാർ. അങ്ങനെയും പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് നമ്മളുടെ ഈ സിമിലാരിറ്റീസ്, നമ്മൾ എപ്പോഴും ചെറിയ കാലഘട്ടങ്ങളിൽ നമ്മൾ സ്കൂളിൽ നമ്മൾ പഠിച്ചു, ആര്യന്മാർ പുറത്തുനിന്ന് വന്നു, ഇവിടെ ഉള്ളവരെ അടിച്ചമർത്തി, അവര് ഇവിടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നവരെ അടിച്ചമർത്തി അവർ ഫൈറ്റ് ചെയ്തു. ആര്യൻ ഇമിഗ്രേഷൻ അല്ലെങ്കിൽ മൈഗ്രൻസ് ആണ്, സെൻട്രൽ ഏഷ്യയിൽ നിന്ന് വന്ന ആര്യൻസ് മൈഗ്രൻസ് ആണ് നമ്മൾ കൊച്ചുകാലങ്ങളിൽ പഠിച്ചിട്ടുണ്ട്. പക്ഷെ അത് എത്രത്തോളം സത്യമാണെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റില്ല. ആർക്കിയോളജിക്കലായിട്ട് ഒരു എവിഡൻസസും ഇല്ല അതിനെപ്പറ്റി. അപ്പൊ ലിറ്റററി ആൻഡ് ആർക്കിയോളജിക്കൽ സോഴ്സസ് വെച്ചിട്ടാണ് നമ്മൾ എപ്പോഴും ഓരോ കാലത്തിന്റെയും കാലഘട്ടങ്ങളിൽ നടന്നിട്ടുള്ള കാര്യങ്ങളെ പറ്റി അറിയുന്നത്. അങ്ങനെയാണ്. ഇനി ഈ ആര്യൻസ് വന്നത് ആര്യൻ ഇൻവേഷൻ എന്ന് പറയും. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇത് സത്യമാണോ അല്ല വെറുതെ കഥയാണോ നമുക്കറിയാൻ പറ്റില്ല. കാരണം ഈ കാലഘട്ടങ്ങളിൽ എല്ലാ സ്ഥലങ്ങളിലും കലിയോളിത്തിക്കിന്റെ ആർട്ടിഫാക്ട്സ് എല്ലാ സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ട്. വെസ്റ്റ് ഏഷ്യയിലും കണ്ടിട്ടുണ്ട്, ഇന്ത്യയിലും കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് എങ്ങനെ വരാൻ പറ്റും? അപ്പോൾ ആര്യൻ എന്നുള്ള കോൺസെപ്റ്റ് അല്ലെ, ആര്യൻ എന്നുള്ള ആ ഒരു സന്ദേശം തന്നെ
പല വിധത്തിലും നമുക്ക് ഒരിക്കലും പോട്ടറി ഒരു തരത്തിലുള്ള മൺകലങ്ങളുടെ ഈ മൺകലങ്ങൾ നേരത്തെ സ്റ്റേജിൽ ഞാൻ പറഞ്ഞ മാതിരി ഓരോ ഗ്രേ കളറിലുള്ളതായിരുന്ന സമയത്ത് ആര്യൻസിന്റെ ആയിരുന്നോ, അല്ല റെഡ് ആൻഡ് ബ്ലാക്ക് ആര്യൻസിന്റെ ആയിരുന്നോ, അങ്ങനെ പ്രത്യേകമായിട്ട് ആര്യൻസ് കാരണം ആര്യനെ കണക്ട് ചെയ്ത് അല്ലെങ്കിൽ മൺകലങ്ങളോ അല്ലെങ്കിൽ പോട്ടറീനെയോ കളക്ട് ചെയ്ത് ആര്യൻസിന്റെ കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിക്കാൻ പറ്റില്ല. പിന്നെ ആർക്കിയോളജിക്കൽ ലെവലിൽ നോക്കുമ്പോഴും ഒരു വിധത്തിലുള്ള ഒരു പ്രൂഫും നമുക്ക് കിട്ടിയിട്ടില്ല. ഒരുപാട് ആൾക്കാർ അവിടെ വന്നു എന്നുള്ളതിന് കിട്ടിയിട്ടില്ല. അപ്പോ അതേമാതിരി ആര്യൻസ് ഇവിടെ വന്ന് നമ്മുടെ ഹരപ്പൻ കൾച്ചർ അടിച്ചുടച്ചു എന്നുള്ളതിനും നമുക്ക് എവിഡൻസസ് ഇല്ല. അപ്പൊ എവിഡൻസ് ഇല്ലാത്തടത്തോളം കാലം നമുക്ക് അതിനെപ്പറ്റി നമുക്കത് മിത്തായിട്ട് തന്നെ ഇരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ തന്നെ നമ്മൾ വിശ്വസിച്ചുകൊണ്ടിരുന്നു. അത് സത്യമായിരിക്കാം, അല്ലാണ്ടും ഇരിക്കാം. ഓക്കെ, അടുത്ത് നമ്മൾ പറയുന്നത് ഇവരുടെ സൊസൈറ്റി എങ്ങനത്തെ സൊസൈറ്റി ആയിരുന്നു എന്നാണ്. സൊസൈറ്റിയിൽ സാധാരണമായിട്ട് ഇവർ കാറ്റിലാണ്, അല്ലെങ്കിൽ മൃഗങ്ങളെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ജീവിതം. അതിലും കൗവിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു. എത്ര കൗണ്ട് ആ രാജാവ് എന്നുള്ള ലെവലിൽ അവർക്ക് കൊടുത്തിരുന്നു. പിന്നെ ഒരാൾക്ക് എത്രത്തോളം കൗവുണ്ടോ അയാൾ ധനികൻ, അല്ലെങ്കിൽ അയാളെ ഗോമാത്ത് എന്ന് വിളിക്കും. ആ ധനികന് അതിനെ പറ്റുകൊണ്ട് ഈ പശുക്കളെ കട്ടോണ്ട് പോവുക അല്ലെങ്കിൽ ലൂട്ട് ചെയ്തോണ്ട് പോവുക, അത് കാരണം എടുത്തോണ്ട് പോകുമ്പോൾ അവിടെ വഴക്കുണ്ടാകുന്നു. ആ വഴക്കുണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വാറുണ്ടാവുന്നു. ഇങ്ങനെ ചില ചെറിയ ബേസ്ഡ് ഓൺ സ്മോൾ ഈ കാര്യങ്ങളിൽ വഴക്കുണ്ടാകുന്നു. ഇനി നമ്മൾ ഈ പറയുന്ന ആൾക്കാരെ നമ്മൾ പറയാറുണ്ട് ഗോത്രം. തമിഴിൽ അല്ലെങ്കിൽ ബ്രാഹ്മിൻസ് അറിയില്ല എന്താ ഗോത്രം എന്ന് ചോദിക്കും. ഗോത്രം എന്ന ഗോത്രം. അപ്പോൾ ഏതാ ഗോത്രം? ക്ഷത്രിയ ഗോത്രം, അല്ലെങ്കിൽ ഓരോ ഗോത്രത്തിന് ഓരോ ലീഡർ ഉണ്ടാവും, അവരാണ് കിങ്ങിന്റെ ക്ലാൻ. ഇനി വേദിക് സൊസൈറ്റിയിൽ നമ്മൾ സാധാരണമായിട്ട് കാണുന്നത് ട്രൈബൽ സൊസൈറ്റിയിൽ പ്രീഡോമിനന്റ് ആയിട്ട് നമ്മൾ കൂടുതലായിട്ട് കാണപ്പെടുന്നത് കിങ്ഷിപ്പ് ആണ്. അല്ലെങ്കിൽ ഒരു ട്രൈബില് എങ്ങനെ വെച്ചാൽ, ട്രൈബ് എന്ന് വെച്ചാൽ ജന എന്ന് പറയും, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ്. ആദ്യമായിട്ട് വരുന്നത് ഒരു ഫാമിലി, ചെറിയ ഫാമിലി ആയിരിക്കും, പിന്നെ അത് ജനയായിട്ട് മാറും. ആ ട്രൈബിന്റെ, അല്ലെങ്കിൽ നമ്മൾ പറയാറില്ലേ ആദിവാസി ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. ഇന്ത്യയിൽ തന്നെ മലമ്പ്രദേശ ആദിവാസികളുണ്ട്. അതിലെ ഒരു ട്രൈബിലെ ഒരു ലീഡർ ഉണ്ടാവും. അയാളെ രാജ എന്ന് പറയും, അല്ലെങ്കിൽ ഗോപാതി എന്ന് പറയും. അയാൾ തന്നെയായിരിക്കും എന്തെങ്കിലും യുദ്ധം വന്നാൽ മുമ്പിൽ നിന്ന് ലീഡ് ചെയ്യേണ്ടത്. കാരണം അങ്ങേർക്ക് ആ രാജാവിന്റെ റെസ്പോൺസിബിലിറ്റിയാണ് അവരെ ട്രൈബിലുള്ളവരെ പ്രൊട്ടക്ട് ചെയ്യാന്നുള്ളത്. അതും അങ്ങനെ തന്നെ വരണം. കുലബ, ഗ്രാമ, ഇതൊക്കെ ഇതിങ്ങനെ വർഷങ്ങളോളം അല്ലെങ്കിൽ സൊസൈറ്റിയിൽ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. സൊസൈറ്റിയിൽ എന്താ വെച്ചാൽ പാട്രിയാർക്കൽ എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം അവര് ആണുങ്ങൾക്കാണ് കൂടുതൽ സ്ഥാനം, മേൽ മേധാവിത്വം. ഇതിൽ പറയുന്നു ദാസാസ് ആൻഡ് ദാസ്യൂസ്. ഇതൊരു ഗ്രൂപ്പാണ്. പ്രത്യേകമായിട്ട് ദാസനും ദാസ്യൂസ് എന്ന് വെച്ചാല് ഋഗ്വേദയിൽ ഇങ്ങനെ ഒരു പരാമർശമുണ്ട്. ഈ പരാമർശം എന്താ? അവര് കറുത്ത ഫുൾ തിക്ക് ലിപ്സ് ഉണ്ടാവും, പഫി നോസ് ഉണ്ടാവും, സ്നബ് നോസ് ഉണ്ടാവും. ഇവരെ നമ്മൾ വേണമെങ്കിൽ പറയാം നമ്മുടെ ദ്രവീഡിയൻ സ്റ്റൈൽ, ആന്ത്രപ്പോളജിയിൽ അന്ന് ദ്രവീഡിയൻ സ്റ്റൈൽ എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവര് ഈ ദൈവത്തിനെ എല്ലാ ലിംഗമാണ് അവർ വർഷിപ്പിച്ചിരുന്നത്. മാത്രമല്ല അവര് സംസാരത്തിലും ഇത്തിരി വ്യത്യാസമുണ്ടായിരുന്ന ഗ്രൂപ്പിനെയാണ് ദാസാസ് എന്ന് പറയുന്നത്. ഇവരുടെ മെയിൻ ആയിട്ടുള്ള ഇവര് ഒബ്സർവ് ചെയ്യുന്നത് നേച്ചറാണ്, പ്രാക്ടീസിങ് മണ്ണിന്റെ ഫെർട്ടിലിറ്റി, ദേവത അല്ലെങ്കിൽ മണ്ണിനെയാണ്. അല്ലാണ്ട് റിച്വൽസ്, നേരത്തെ ആര്യൻസ് പറഞ്ഞിരുന്ന മാതിരി റിച്വൽസിലൊന്നും ഇവർക്ക് വിശ്വാസമില്ല. അവരതിനെ കൊണ്ട് അതിനാണ് പ്രത്യേകമായിട്ട് ഋഗ്വേദത്തിലെ ദാസാസ് എന്ന് പറയും. ഇവരുടെ പണി എന്താ വെച്ചാൽ ബാക്കിയുള്ളവർക്ക് സഹായിക്കുക എന്നുള്ള വർക്കും കൂടി ഉണ്ട്. ലേബർ ഗ്രൂപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. ഇനി ഏർലി വേദിക്കല് നമ്മൾ എങ്ങനെയാണ് അവിടുത്തെ രാജഭരണം നടന്നിരുന്നതെന്ന് വെച്ചാല് കണ്ടിന്യൂസ് ആയിട്ട് ഒരാളുടെയും ഇതല്ല, അതായത് ഒരു കോൺഫ്ലിക്ട്സ് ഉണ്ടാവുന്നു, പരസ്പരം രണ്ട് ഗ്രൂപ്പ് തമ്മിൽ വഴക്കുണ്ടാവുന്നു, അടിയുണ്ടാവുന്നു, ഡിവിഷൻ ഉണ്ടാവുന്നു. ഇനി ഇവർക്ക് എന്തിനു വേണ്ടിയിട്ട് അവർ വഴക്ക് അടിക്കുന്നു? സ്ഥലങ്ങൾക്ക് വേണ്ടിയിട്ട്. നമ്മൾ പഴയ കാലഘട്ടത്തിൽ നമ്മളുടെ രാമായണ യുദ്ധവും മഹാഭാരത യുദ്ധവും ലാൻഡിന് വേണ്ടിയിട്ടും സ്ത്രീക്ക് വേണ്ടിയിട്ടുമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ പാസ്റ്റർ ലാൻഡ്സിലും വേണ്ടിയിട്ടും, അല്ലെങ്കിൽ കുതിര, രാമായണത്തിൽ അശ്വമേധമുണ്ട്, അത് കാട്ടിലെ കുതിരേനെ വിടും,
ഒബ്ജക്ട് ചെയ്യാത്ത സ്ഥലം അവരുടെ മേധാവിത്വം ആക്സെപ്റ്റ് ചെയ്യുന്നു. ആരെങ്കിലും ഒപ്പോസ് ചെയ്താൽ അവർ ഫൈറ്റ് ചെയ്യണം. ഇങ്ങനെ ട്രൈബൽ വാർസ് നല്ലപോലെ നടന്നിട്ടുണ്ട്. ഈ ക്ലാൻസ്, യോജനാസ് അല്ലെങ്കിൽ നമ്മൾ അവിടെ യാഗം നടത്തുന്നു. യാഗം നടത്തുമ്പോൾ ഓരോ യാഗം നടത്തുന്നത് അവരുടെ വാർ അല്ലെങ്കിൽ വ്യത്യാസത്തിന് ജയിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവിടെ പ്രീസ്റ്റ് അല്ലെങ്കിൽ ബ്രാഹ്മിൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. അങ്ങനെയാണ് ഈ യാഗങ്ങൾ, പലവിധ യാഗങ്ങളും നടത്തി അവരുടെ റിട്ടേൺ ചെയ്തിരുന്നു. ഇവരുടെ റിലീജിയൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നേച്ചറാണ്. ലോകത്തിൽ കണ്ട തീയ്, വെള്ളം, റെയിന്, ഇതൊക്കെയാണ് വർഷിപ്പ് ചെയ്തിരുന്നത് ഏർലി വേദിക് റിലീജിയൻ. ഇവിടെ നമുക്ക് ആൺ രൂപത്തിലുള്ള അല്ലെങ്കിൽ പുരുഷ രൂപത്തിലുള്ള റിലീജിയസ് ഗോഡ്സിനെ കാണാൻ പറ്റും. നമ്മൾ കേട്ടിട്ടുണ്ട് ഇന്ദ്രൻ, വരുണൻ, അഗ്നി, സൺ, മൂൺ, സൂര്യദേവൻ, ചന്ദ്രദേവൻ, ഇവരൊക്കെ വരുന്നത് ഓരോ ദൈവത്തിനും ഓരോ ഡ്യൂട്ടി ഉണ്ട്. അത് എന്താ പറയുക, നമ്മള് ഡെലിഗേഷൻ കൊടുക്കുന്ന മാതിരി. അപ്പോ ഇന്ദ്രദേവൻ പവറാണ്, എല്ലാവർക്കും പവർഫുൾ. ഇന്ദ്രനാണ് ഈ ദേവന്മാരുടെ രാജാവ് എന്ന് പറയാം. അപ്പോ അങ്ങർക്ക് പവറുണ്ട്, ശക്തിയുണ്ട്, മഴ ചെയ്യാനും തണ്ടർ ചെയ്യാനും അല്ലെങ്കിൽ ഇടിവെട്ട് മഴയും അങ്ങേരുടെ കൺട്രോളില്, കാരണം ബാക്കിയുള്ളവരെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അഗ്നി എന്ന് പറയുന്നത് അഗ്നിദേവന്റെ കാര്യം എല്ലാ റിച്വൽസിലും നമ്മൾ അഗ്നി വെക്കുന്നത്. അഗ്നി എന്ന് പറഞ്ഞാൽ ശുദ്ധി എന്നാണ് അർത്ഥം. നമ്മൾ മരിച്ചു പോയാലും നമ്മൾ തീയിൽ വെക്കുമ്പോൾ അത് ശുദ്ധമായി പോകുന്നു, ആ ശരീരം ശുദ്ധമായി പോകുന്നു, അല്ലെങ്കിൽ ആ ചന്ദ്രൻ ഭസ്മമാകുന്നു. അപ്പോൾ അങ്ങനെ അതേമാതിരി കല്യാണത്തിനും ഹിന്ദു കൾച്ചർ പ്രകാരം നമ്മൾ താലി കെട്ടുന്നതിന് മുമ്പ് അഗ്നിയിൽ സാക്ഷിയായിട്ട് താലി കെട്ടുക എന്ന് പറയും. അതായത് ഇറ്റ് ഈസ് ബിറ്റ്വീൻ ദൈവത്തിനും ഭൂമിക്കും നടുവിൽ ഉള്ള ഒരു സാക്ഷി എന്നുള്ള ലെവലാണ് അഗ്നിനെ കാണുന്നത്. പിന്നെ വരുണ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ വെള്ളത്തിന്റെ ദേവൻ, അല്ലെങ്കിൽ അങ്ങേര് വെള്ളമില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല, അപ്ഹോൾഡർ, അല്ലെങ്കിൽ അങ്ങേരാണ് വരുണദേവനാണ് എല്ലാവിധ വാട്ടറിനും എല്ലാവിധ വെള്ളത്തിനുള്ള അധിപൻ. നമ്മളുടെ ശരീരത്തിൽ തന്നെ 70% വെള്ളമാണ്. പിന്നെ കൂടാണ്ട് നമുക്ക് സൂര്യചന്ദ്രന്മാരുണ്ട്, ഗന്ധർവന്മാരുണ്ട്. ഇതൊക്കെ അതൊക്കെ വിശ്വസിച്ചിരുന്നു. ആനിമൽ സാക്രിഫൈസ് ഇവർ ചെയ്തിരുന്നു, കാരണം ഇതിൽ അവർക്ക് വളരെ ആനിമൽ അനോട്ടമി കൂടെ കിട്ടുന്നുണ്ട്. ഈ സാക്രിഫൈസ് ചെയ്യാന്ന് പറയുമ്പോൾ ഒരു ബലി കൊടുക്കുക. ഒരു ബലി കൊടുക്കുന്നതിൻ്റെ ഉള്ള ബെനിഫിറ്റ് എന്താന്ന് വെച്ചാൽ, ഇവരുടെ വേദിക് ഇതില് സാധാരണമായിട്ട് നമുക്ക് പറയാം, അവര് ആനിമൽസിനെ അല്ലെങ്കിൽ മൃഗങ്ങൾ പ്രയോജനം ഇല്ലാത്ത ഒരു മൃഗത്തിനെ ആഹാരം കൊടുത്ത് നിർത്തിക്കാൻ, അത് സ്വയമായിട്ട് മരിക്കുന്നവരെ നിർത്തിക്കാനായിട്ട് അതിനുള്ള ചെലവും കുറഞ്ഞു വരും. അപ്പൊ എല്ലാ വിധത്തിലും അവർ വളരെ പ്രാക്ടിക്കലായിട്ട് തിങ്ക് ചെയ്യുന്ന ആൾക്കാരാണ് ആ കാലഘട്ടങ്ങളിൽ. അങ്ങനെ അത് അവര് വളരെ കറക്റ്റായിട്ട് ഒരു ബാലൻസ് ചെയ്ത് കൊണ്ടുപോയിരുന്നു എന്ന് പറയാം. ഇത്രയും ഈ കാര്യങ്ങളോടുകൂടി നമ്മൾ ഈ സെക്ഷൻ ഇവിടെ നിർത്തുകയാണ്. നമ്മൾ ഇനി നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലെസൺസ് വായിച്ചാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. എല്ലാ സ്റ്റഡി മെറ്റീരിയൽ നിങ്ങൾ വായിക്കുക, ലെസൺസ് നല്ല വൃത്തിയായിട്ട് വായിക്കുക, മനസ്സിലാക്കി വായിച്ചു കഴിഞ്ഞാൽ ഈ ക്ലിയർ ആയിട്ട് വേർഡ് ബൈ വേർഡ് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. ഞാൻ വളരെ ബ്രീഫായിട്ടാണ് പറയുന്നത്, എങ്കിൽ കൂടിയും മെജോറിറ്റി എല്ലാ ഭാഗങ്ങളും ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ പുസ്തകങ്ങൾ വായിക്കുക, നല്ലപോലെ പ്രിപ്പയർ ചെയ്യുക, പരീക്ഷകൾക്ക് നല്ലപോലെ പ്രിപ്പയർ ചെയ്യുക. താങ്ക് യു വെരി മച്ച്. നമസ്കാരം.